നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജിറ്റ്, പടന്നക്കാട് കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസറാണ്. ഇന്നിവിടെ ഞാൻ എടുക്കുന്ന കൃഷി പാഠശാലയുടെ ഭാഗം നെൽകൃഷിയിൽ ഉൽപാദനം കൂട്ടാനുള്ള നൂതന മാർഗങ്ങൾ എന്നതാണ്. നിങ്ങൾക്കറിയാം, മലയാളികളായ നമ്മളുടെ നിത്യജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനാവാത്ത വിളയാണ് നെല്ല്. ഒരു ദിവസം ഒരു നേരമെങ്കിലും അരിയാഹാരം കഴിക്കാത്ത ഒരു മലയാളി ഉണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ ഇന്ന് കേരളത്തിലെ നെൽകൃഷി നിലനിൽപ്പിന്റെ ഭീഷണിയിലാണ്. പൊളിഞ്ഞും തെളിഞ്ഞും നികത്തപ്പെടുന്ന വയലുകൾ കണക്കില്ല. കൂടാതെ ഉയർന്ന ഉൽപാദന ചിലവും പരമ്പരാഗത തൊഴിലാളികളുടെ ദൗർബല്യവും മൂലം ഉൽപാദനം കുറഞ്ഞ് പല നെൽപ്പാടങ്ങളും ധാന്യവിളകൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴുള്ള നെൽകൃഷി അന്യം നിന്ന് പോവാതെ പിടിച്ചു നിർത്തണമെങ്കിൽ ഉൽപാദനം കൂട്ടുകയും അതിനായി നൂതന മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുകയും വേണം. നെൽകൃഷിയിലേക്ക് ഒന്ന് തിരിഞ്ഞുനോട്ടം നടത്തുകയാണ് ഈ അധ്യായത്തിൽ ഞാൻ ചെയ്യുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പൊതു ശുപാർശകളും നിർദ്ദേശങ്ങളെയും പറ്റി പ്രതിപാദിക്കുകയാണ് ഈ ക്ലാസ്സിൽ. കേരളത്തിലെ നെൽകൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ വൈവിധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. ലോകത്തിൽ ഒരു രാജ്യത്തും ഇത്രയും വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നത് കാണാൻ നമുക്ക് കഴിയുകയില്ല. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 2 മീറ്റർ താഴെ കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ 1500, 1000, 1500 മീറ്റർ ഉയരത്തിൽ വയനാട്, ഹൈറേഞ്ച് തുടങ്ങിയ മേഖലകളിൽ കൃഷി ചെയ്തു വരുന്നു. കൂടാതെ കരനിലങ്ങൾ, അതായത് മോഡേൺ നെൽകൃഷി, ഏലകൾ അഥവാ വെറ്റ്ലാൻഡ്സ്, ദെൻ കുട്ടനാട് കൃഷി, കോൾനിലങ്ങൾ, പൂർണ്ണമായും ജൈവകൃഷി രീതിയിൽ മാത്രം കൃഷി ചെയ്യുന്ന ഒരു നെൽപ്പാടങ്ങളായ പൊക്കാളി, കൈപ്പാട് നിലങ്ങൾ, ദെൻ ക്ഷാര സ്വഭാവമുള്ള പാലക്കാട് ചിറ്റൂർ ഭാഗത്ത് കാണുന്ന കൂന്തൽപ്പാടം തുടങ്ങി പ്രാദേശികമായി വൈവിധ്യങ്ങൾ വെച്ചു പുലർത്തുന്ന പ്രാദേശിക പേരുകളുള്ള ചെറു വയലേലകളും ഈ വൈവിധ്യത്തിൽ പെടുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സാഹചര്യത്തിലും പറ്റിയ വിത്തിനങ്ങൾ, കൃഷിക്കാലം, കൃഷിമുറകൾ എന്നിവ തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. ഓരോ സ്ഥലത്തും നെൽകൃഷി നേരിടുന്ന പ്രശ്നങ്ങളും ഭീഷണികളും വ്യത്യസ്തമായതിനാൽ അതിന് യോജിച്ച രീതിയിലുള്ള കൃഷി രീതികളും പരിപാലന മുറകളും തിരഞ്ഞെടുക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഇനി നെൽകൃഷിയിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായും നാം അറിയേണ്ടത് കൃഷി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചാണ്. അതായത് തുടർച്ചയായി കൃഷി ചെയ്യുന്ന സ്ഥലമാണോ, തരിശായിട്ട് കിടക്കുന്ന സ്ഥലത്ത് വീണ്ടും നമ്മൾ കൃഷി ചെയ്യുകയാണോ, അതുപോലെ 1 പൂ, 2 പൂ, 3 പൂ, അതായത് 3 പൂ കൃഷി ചെയ്യുന്ന സ്ഥലമാണോ, മണ്ണിന്റെ സ്വഭാവം, ജലലഭ്യത, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇവയെല്ലാം കണക്കിലെടുത്ത് വേണം നമ്മൾ കൃഷി ഇറക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഇതെല്ലാം മനസ്സിലാക്കി ഒരു മുൻകൂർ പദ്ധതി അല്ലെങ്കിൽ പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. എങ്കിലേ നമുക്ക് സമയബന്ധിതമായി എല്ലാ പരിചരണ മുറകളും അവലംബിക്കാൻ കഴിയുള്ളൂ. കൂടാതെ ഏത് വിത്തിനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അത്യുൽപാദന ശേഷിയുള്ളതാണോ അതോ നാടൻ ഇനങ്ങളാണോ, പിന്നെ വിത്തിന്റെ ലഭ്യത, അതുപോലെ ഗുണമേന്മയുള്ള വിത്ത്, ഇവയെല്ലാം നമ്മൾ ഉറപ്പാക്കണം. നമ്മൾ കൃഷി ചെയ്യുന്നതനുസരിച്ച് ഏത് വിത്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ആ വിത്തിന്റെ ലഭ്യത ഉറപ്പാക്കിയിരിക്കണം. പിന്നെ തരിശായി കിടക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, ഏത് സ്ഥലമായാലും മണ്ണിന്റെ സ്വഭാവം അറിഞ്ഞേ നമുക്ക് കൃഷി, അതായത് മണ്ണറിഞ്ഞു വേണം വിള ഇറക്കാൻ എന്ന് പറയും, അല്ലെ വളം ചെയ്യാന്ന് പറയും. അപ്പൊ അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് മണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കാനും അതുപോലെ തന്നെ മണ്ണിന്റെ ബാക്കിയുള്ള ഘടകങ്ങൾ മനസ്സിലാക്കാനും മണ്ണ് പരിശോധന ഏറ്റവും അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ കൃഷിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു മണ്ണ് സാമ്പിൾ എടുക്കും, അത് അനലൈസ് ചെയ്യും, അതിന്റെ റിസൾട്ട് നോക്കിയിട്ടാണോ വളം ചെയ്യുന്നത് തന്നെ സംശയമാണ്. വളം ചെയ്യുന്നത് തന്നെ ലഭ്യത അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ 2-3 വർഷം കൂടുമ്പോൾ മണ്ണ് പരിശോധിക്കേണ്ടതാണ്. ഇപ്പൊ ഏത് വിളയ്ക്കാണെങ്കിലും 2-3 വർഷം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ മണ്ണ് പരിശോധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണിന്റെ സ്വഭാവം, അതുപോലെ തന്നെ മണ്ണിലുള്ള, അതായത് അമ്ലത്വമാണോ ക്ഷാരമുള്ള മണ്ണാണോ, അമ്ലത്വം കൂടിയോ കുറഞ്ഞോ, അതുകൂടാതെ തന്നെ മണ്ണിൽ ഏതൊക്കെ പോഷക മൂലകങ്ങളുടെ അഭാവമാണുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ പോഷക മൂലകങ്ങളുടെ ആധിക്യം, അതായത് കൂടുതൽ, ഇവ കൊണ്ടൊക്കെ
നമ്മളുടെ ചെടിയുടെ വളർച്ചയും ഉൽപാദനക്ഷമതയും അത് ബാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മണ്ണിന്റെ ജൈവാംശം. ജൈവാംശം എന്ന് പറയുമ്പോൾ അത് മണ്ണിന്റെ ജീവനാണ്. അപ്പം മണ്ണിൽ എത്രമാത്രം ജൈവാംശമുണ്ട്, ഈ ജൈവാംശം അറിഞ്ഞാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന രാസവളമായാലും മറ്റു വളമായാലും ചെടിക്ക് ആവശ്യമായ രീതിയിൽ വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി അമ്ലത്വം കൂടുതലുള്ള മണ്ണാണെങ്കിൽ, അത് പുളിപ്പ് കൂടുതലുള്ള മണ്ണാണെങ്കിൽ നമ്മൾ കുമ്മായം കൊടുക്കണം. അതായത് നമ്മുടെ അമ്ലത്വ സൂചിക കാണിക്കുന്നത് പ്രകാരം ശുപാർശ ചെയ്യുന്ന കുമ്മായം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് മണ്ണ് പരിശോധിക്കണമെന്ന് പറയുന്നത്. അപ്പം അതുപോലെ മണ്ണിന്റെ ജൈവാംശം തീരെ കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ കൂടിയ സ്ഥലങ്ങൾ, അവിടെയും നമ്മൾ പല രീതിയിലും പല പരിചരണ മുറകളും പാലിക്കേണ്ടത്. ഇപ്പം ജൈവാംശം തീരെ കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ഇട്ടുകൊടുക്കുന്ന വളങ്ങളുടെയും മറ്റ് ഉൽപാദന വസ്തുക്കളുടെയും ഗുണം ചെടിക്ക് കിട്ടണമെങ്കിൽ മണ്ണിലെ ജൈവാംശം വേണം. അതായത് മണ്ണിന്റെ ജൈവാംശം എന്ന് പറയുന്നത് മണ്ണിന്റെ ജീവനാണ്. അപ്പൊ ജീവനുള്ള മണ്ണിലെ ജീവനുള്ള വിള ഉണ്ടാവുകയുള്ളൂ. ആ ജീവനുള്ള വിള ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന നമുക്കും ജീവൻ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് മണ്ണിലെ ജൈവാംശം. അതുകൊണ്ട് നമ്മൾ ധാരാളമായി ജൈവാംശം മണ്ണിൽ അല്ലെ ജൈവവളം മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ മൂലകങ്ങളുടെ അഭാവം. ഉദാഹരണത്തിന് നമ്മൾ സാധാരണയായി പ്രധാന മൂന്ന് വളങ്ങളാണ് ഇട്ടുകൊടുക്കുന്നത്: നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അതായത് പാക്യജനകം, ഭാവകം, ക്ഷാരം. ഈ മൂലകങ്ങളുടെ തുടർച്ചയായ ഉപയോഗം മൂലം മണ്ണിലെ മറ്റു മൂലകങ്ങളുടെ ആധിക്യം അല്ലെങ്കിൽ അഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതായത് ചെടി നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമല്ല വലിച്ചെടുക്കുന്നത്, മണ്ണിൽ നിന്ന് അതിനാവശ്യമുള്ള എല്ലാ മൂലകങ്ങളും വലിച്ചെടുക്കും. നമ്മൾ കൊടുക്കുന്ന ഈ 3 മൂലകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ബാക്കിയുള്ള മൂലകങ്ങളെല്ലാം ചെടിക്ക് വേണം. ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ ചോറ് മാത്രമല്ല കഴിക്കാറ്, നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട നാര് വേണം, പ്രോട്ടീൻ വേണം, ഫൈബർ വേണം. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും, പയറ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഉപ്പ്, ഇതേപോലെ പല സാധനങ്ങളും നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ചെടിക്കും ഈ പ്രധാന മൂലകങ്ങൾ കൂടാതെ സൂക്ഷ്മ മൂലകങ്ങൾ വേണം. അപ്പൊ ഇവയെല്ലാം ഒരു സംയോജിതമായിട്ട് ചെടിക്ക് കിട്ടണം. അപ്പൊ ഇതിനെല്ലാം മണ്ണ് പരിശോധന അത്യാവശ്യമാണ്. അപ്പം മണ്ണ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വളപ്രയോഗത്തിലോട്ട് പോകാൻ പാടുള്ളൂ. പിന്നെ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ കൊച്ചുകുട്ടികൾ കൊടുക്കുന്ന ഭക്ഷണമുണ്ട്, നമ്മൾ കഴിക്കുന്നുണ്ട്, പ്രായമായവർ കഴിക്കുന്നത്, അതിൻ്റെ അളവും തോതും ഒക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചെടികളുടെ, അതായത് നെൽച്ചെടിയുടെ ഓരോ ദശയിലും അതിനാവശ്യമായ വളങ്ങളുടെ തോതും അതിൻ്റെ ആവശ്യകതയും വ്യത്യസ്തമാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ചെടിയുടെ വളർച്ചാ ദശകളെ പറ്റി അറിഞ്ഞിരിക്കണം. അതായത് സാധാരണ ചെടികൾ പച്ചക്കറി ആക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, അത് വളർന്നുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ ഉൽപാദനം തന്നുകൊണ്ടിരിക്കും. അതേസമയം നെല്ല്, വാഴ എന്നീ വിളകൾ അതിനൊരു 2 വ്യത്യസ്തമായ ദിശകളുണ്ട്. ഒന്ന് കായിക ദശ, മറ്റേത് പ്രത്യുൽപാദന ദശ. അപ്പൊ കായിക ദശ എന്താണെന്ന് അറിയണം, പ്രത്യുൽപാദന ദശ എന്ന് ആരംഭിക്കുമെന്ന് അറിയണം. ഇതനുസരിച്ച് വേണം നമ്മൾ ഓരോ പരിചരണ മുറകളും ക്രമീകരിക്കേണ്ടത്. അപ്പം സാധാരണ ഒരു നെൽച്ചെടി എടുക്കുകയാണ്, നമ്മൾ സാധാരണ പറയുന്ന നെല്ലിൻ്റെ ഒരു 120 ദിവസം, അതായത് 4 മാസം, 3 to 4 months കാലദൈർഘ്യമുള്ള മൂപ്പുള്ള വിളയാണ് നെല്ല്. ഒരു 120 ദിവസം അല്ലെങ്കിൽ 4 മാസം മൂപ്പുള്ള ഒരു വിളയാണെങ്കിൽ അതിന് കായിക ദശ എന്ന് പറയുന്ന ഒരു 60 ദിവസമായിരിക്കും. അതുപോലെ പ്രത്യുൽപാദന ദശയും 60 ദിവസമായിരിക്കും. ഈ കായിക ദശയിൽ തന്നെ നമ്മൾ വിത്തിട്ട് ഒരു 5, 6 ഇല വരുന്ന സമയത്താണ് ചെനപ്പ് പൊട്ടുക. നെല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെനപ്പ് പൊട്ടുക, അടുക്കണ ദശ, അതുപോലെ തന്നെ പൂവിടുന്ന സമയം, പാകമെത്തുന്ന സമയം, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ദിശകളാണ്, വളർച്ചാ ദിശകളാണ്. അപ്പം ആ സമയം നമുക്ക് അറിഞ്ഞിരുന്നാലേ നമുക്ക് കൃത്യമായ രീതിയിൽ പരിചരണ മുറകൾ അവലംബിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കതിര് വരുന്നു എന്ന് പറഞ്ഞാൽ അതായത് അടിക്കണം, അതായത് കതിര് നെല്ലിൽ ഉണ്ടാകുന്ന സമയം, അത് നട്ട് കഴിഞ്ഞ് ഇപ്പൊ 120 ദിവസം മൂപ്പുള്ള നെല്ലാണെങ്കിൽ നട്ട് കഴിഞ്ഞ് 60-ാം ദിവസത്തിൽ വരും. അത് 55-60 ദിവസം. ഇപ്പൊ ഹ്രസ്വകാലം മൂപ്പുള്ളതാണെങ്കിൽ ഒരു 10 ദിവസം, അതായത് 50-55 ദിവസം ഈ സമയത്താണ് വരുന്നത്. അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ കായിക ദശയിലുള്ള, അതായത് ആ സമയം കൊണ്ട് നമ്മുടെ വളപ്രയോഗം അഥവാ പരിചരണ മുറകൾ സാധാരണ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെയുള്ളത് പ്രത്യുൽപാദന ദശയാണ്. അവിടെ നമ്മൾ വളങ്ങളും വേറൊന്നും കൊടുക്കാറില്ല. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ഓരോ മൂപ്പുള്ള ഇനങ്ങളുടെ അനുസരിച്ച് ഏത് സമയത്താണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിവുണ്ടായിരിക്കണം. പിന്നെ വരുന്നതാണ് കാലാവസ്ഥ. നിങ്ങൾക്കറിയാം, നെല്ലിന് ഏറ്റവും നല്ലത്, അതായത് പകല് കുറഞ്ഞിട്ട് രാത്രി കൂടിയുള്ളതാണ് ഏറ്റവും അതിന് ഇഷ്ടപ്പെടുന്നത് സമയം, കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ഡയണൽ വേരിയേഷൻ, രാത്രിയും പകലുമുള്ള ടെമ്പറേച്ചറിന്റെ വ്യത്യാസം കൂടുതലാണെങ്കിലും വിളവ് കൂടുതലായിരിക്കും. പിന്നെ പൂവിടുന്ന സമയത്താണെങ്കിൽ ഒരു 16 മുതൽ 20 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാണ് ഏറ്റവും ഉത്തമം. അതുപോലെ വിളയുന്ന സമയത്ത് ഒരു 18 മുതൽ 32, അതാണ് ഡയണൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഡേ നൈറ്റ് ഊഷ്മാവ് എന്ന് പറയുന്നത് 18 മുതൽ 32 ഡിഗ്രി, പകൽ 32, രാത്രി 18. അപ്പം നല്ല വേരിയേഷൻ കൂടുതലായിരിക്കും. അപ്പം അത് ശരിക്കും നല്ല രീതിയിൽ മണികൾക്ക് തുടം വെക്കാനും ഭാരം ഉണ്ടാകാനൊക്കെ നല്ലതാണ്. അതായത് ട്രാൻസ്പ്ലാന്റ് ഇലകളിൽ നിന്നും മണികളിലോട്ട് പോകുന്ന ആ മൂല്യങ്ങൾ അളവിനെയൊക്കെ കൂട്ടാൻ സാധിക്കും. അപ്പം നല്ല തുടവും ഗുണവുമുള്ള വിത്ത് അല്ലെങ്കിൽ കതിര് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നെല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷിക്കാലമാണ്. കൃഷിക്കാലം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കാലത്തെ നമ്മൾ തിരിക്കുന്നത് തന്നെ നെൽകൃഷിയെ ആധാരമാക്കിയാണ്. അതായത് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച 3 കൃഷിക്കാലങ്ങളാണ് നെൽകൃഷിക്കുള്ളത്. അതും നമ്മളുടെ കൃഷി എന്ന് പറയുന്നത് മഴയെ ആശ്രയിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ വിരിപ്പ് കൃഷി അഥവാ 1-ാം വിള എന്ന് പറയുന്നത് നമ്മളുടെ കാലവർഷം, അതിനെ അനുബന്ധിച്ചുള്ള വിളക്കാലമാണ്. മുണ്ടകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുലാവർഷത്തെ ആശ്രയിച്ചുള്ളതാണ്. പുഞ്ച കൃഷി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ജലസേചനം മൂലം കൃഷി ചെയ്യുന്നതാണ്. ഈ 3 പൂ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇത് സാധാരണ ചെയ്യുന്നത്. വിരിപ്പ് കൃഷി നമ്മൾ ഏപ്രിൽ മെയ് മാസത്ത് തുടങ്ങും. സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും വിളയുടെ മൂപ്പനുസരിച്ച് അത് തീരും. മുണ്ടകൻ കൃഷി അഥവാ 2-ാം വിള സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയാൽ ഡിസംബർ ജനുവരി വരെ അത് നിൽക്കും. പുഞ്ചകൃഷി എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി മുതൽ മാർച്ച് ഏപ്രിൽ വരെ. ഇത് പൊതുവായ നമ്മളുടെ കൃഷിക്കാലമാണ്. എന്നാൽ കേരളത്തിന്റെ വൈവിധ്യമായ സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് നമുക്കറിയാം ഓണാട്ടുകര, കുട്ടനാട്, കോള്, വയനാട്, ഇങ്ങനെ ഓരോ വൈവിധ്യമാർന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ അവിടെ കൃഷി ഇറക്കുന്നതിന് വ്യത്യസ്തമായ സമയങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഓണാട്ടുകര പോവുകയാണെങ്കിൽ പ്രധാനമായും വിരിപ്പും മുണ്ടകൻ 2 വിളകളാണ് ചെയ്യുക. കുട്ടനാട്ടിലാണെങ്കിൽ പണ്ട് പുഞ്ച എന്നൊരു കൃഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയമാണ്. അതായത് ഒരു ഡിസംബർ ജാനുവരി മുതൽ ഏപ്രിൽ മെയ്, അതായത് ആ സമയത്താണ്. ഏപ്രിൽ മെയ്യോടുകൂടി വിള കഴിയും. അതിനുശേഷം പിന്നെയാണ് അഡീഷണൽ വിള എന്ന് പറഞ്ഞ് വേറൊരു ക്രോപ്പും കൂടെ നമ്മൾ എടുക്കാൻ തുടങ്ങിയത്. അതായത് അപ്പം അത് ഈ അഡീഷണൽ വിള എന്ന് പറഞ്ഞാൽ ശരിക്കും അത് വിരിപ്പല്ല മുണ്ടകനല്ല, അതിൻ്റെ ഇടയ്ക്ക്, അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ട് ഡിസംബർ ജാനുവരി, അത് പുഞ്ച തുടങ്ങുന്നതിൻ്റെ മുമ്പ് ആ ഒരു അഡീഷണൽ വിള കൂടി നമ്മൾ എടുക്കാറുണ്ട്. അത് ശരിക്കും ബണ്ട് കെട്ടി നമ്മളെ വെള്ളത്തിന് ഇറക്കിയിട്ട് ചെയ്യുന്ന വിളയാണ്. അങ്ങനെയാണ് കുട്ടനാട്ടിലെ കൃഷി. പോളാണെങ്കിൽ ഒരു ക്രോപ്പ് മാത്രമേ സാധാരണ എടുക്കാറുള്ളൂ, മുണ്ടകൻ വിള മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ വിള ഇറക്കുന്ന സ്ഥലം വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾക്ക് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഈ നമ്മളുടെ വിളക്കാലം അനുസരിച്ചും അതിൻ്റെ മൂപ്പ് നമുക്ക് എത്ര സമയം കിട്ടും എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 10 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 1 കിലോ വിത്തിൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഏകദേശം 12 മണിക്കൂർ നമ്മൾ മുക്കി വയ്ക്കുന്നു. അതിനുശേഷം നമുക്കതെടുത്ത് വിതയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഞാറ്റ് തയ്യാറാക്കണമെങ്കിൽ ഞാറ്റിടയിൽ വിതയ്ക്കുകയും ചെയ്യാം. ഇനി സ്യൂഡോമോണാസ് നമ്മൾ വിത്ത് നമുക്ക് വിത്തിൽ പുരട്ടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറിച്ചു നടുന്ന സമയത്ത് നമ്മൾ സീഡ്ലിങ്സ്, അത് ഞാറ്റടി പറിച്ചു നടുന്ന സമയത്ത് നമുക്ക് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ കലക്കി അതിനകത്തൊരു അരമണിക്കൂർ നേരം ഈ ഞാറ്റടി മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നടാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്യൂഡോമോണാസ് ലഭ്യമല്ല, നമുക്കിപ്പോൾ കെമിക്കലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ബാവിസിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിൽ പല കുമിൾനാശിനികൾ അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ച് നമുക്ക്, അതായത് അതിൻ്റെ തോത എന്ന് പറയുന്നത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ വിത്തിന് ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് 12 മണിക്കൂർ കഴിഞ്ഞ് അത് വെള്ളം ഊറ്റി കളഞ്ഞെടുത്ത് നമുക്ക് വിതയ്ക്കാം. നേരിട്ട് വിതയ്ക്കാം, അല്ലെങ്കിൽ ഞാറ്റിൽ തയ്യാറാക്കാം. അങ്ങനെ നമുക്ക് വിത്ത് പരിചരണം നടത്തി കഴിഞ്ഞാൽ ഏകദേശം നെല്ലിൻ്റെ ഒരു 40-45 ദിവസം വരെ നമുക്കതിൻ്റെ പ്രതിരോധ ശേഷി നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് വിത്തിനങ്ങൾ. അതും കർഷകന്റെ ഇച്ഛാശക്തി അനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് വെള്ളത്തിന്റെ ലഭ്യത, അതുപോലെ തന്നെ നമ്മുടെ മണ്ണിന്റെ സ്വഭാവം, ഇതെല്ലാം അനുസരിച്ച് വേണം നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് അതിന്റെ മൂപ്പ്, ഇപ്പോൾ ഹ്രസ്വകാല മൂപ്പുള്ള ഇനങ്ങളുണ്ട്, അതുപോലെ മധ്യകാല മൂപ്പുള്ള ഇനങ്ങളുണ്ട്, ദീർഘകാല മൂപ്പുള്ള ഇനങ്ങളുണ്ട്. അപ്പോൾ ഹ്രസ്വകാല മൂപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 100-110 ദിവസം അത്രയും മൂപ്പ് വരുന്നതാണ്. അതിനുള്ള വിത്തുകളാണ് സാധാരണ നമ്മൾ പറയുന്നത്. ജ്യോതി, കൈരളി, കാഞ്ചന, ആതിര, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അതുപോലെ മധ്യകാല മൂപ്പിലിനങ്ങൾ സാധാരണ 110 മുതൽ 135 ദിവസം വരെ മൂപ്പുള്ളതാണ്. അതിനകത്ത് വരുന്ന പുതിയ വിത്തിനങ്ങളാണ് ആതിര. ഇതൊക്കെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. നാടൻ ഇനങ്ങളും ഇതേപോലെ തന്നെ ലഭ്യമാണ്. ആതിര, ഐശ്വര്യ, ഉമ, പവിഴം, പവിത്ര, ശ്രേയസ്,
ഇപ്പോൾ ഇറക്കിയ പൗർണമി ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ദീർഘകാല മൂപ്പുള്ള ഇലകൾ സാധാരണ വെട്ടുകൾ പ്രദേശം നമ്മുടെ സാധാരണ പയലേലകൾ ചെയ്യാറില്ല. സാധാരണ അത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് സാധാരണ ദീർഘകാല മൂപ്പുള്ള ഇനങ്ങൾ ചെയ്യുന്നത്. അതായത് 135 മുതൽ 170 ദിവസം വരെ അതിനാവശ്യമുണ്ട്. അതിനുള്ള ഉൽപാദനശേഷിയുള്ള ഇനങ്ങളാണ് കരുണ, മകരം, നീരജ, പൊന്മണി. അതുപോലെ തന്നെ നമ്മളുടെ ഒരു നിലങ്ങളിൽ, അതായത് പൊക്കാളി, കൈപ്പാടാണെങ്കിൽ നമുക്ക് 7 വെറൈറ്റികളുണ്ട്, ഇനങ്ങളുണ്ട്. അതുപോലെ കൈപ്പാടാണെങ്കിൽ പൊക്കാളി ഏരിയയിലാണെങ്കിൽ, പൊക്കാളി സ്ഥലത്ത് എറണാകുളം ജില്ലയിലെ പൊക്കാളി, അതായത് ഉപ്പ് അധികമുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ വൈറ്റില, അവിടെ റിസർച്ച് സ്റ്റേഷനുണ്ട്. വൈറ്റില നിറക്കുന്ന ഒരു 11 ഇനം ഇറക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം ഇറക്കിയിരിക്കുന്ന 2 വെറൈറ്റിയാണ് ലാവണ്യ, ജോത്സ്ന. ജോത്സ്ന എന്ന് പറയുന്ന വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജ്യോതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ്. കഴിക്കാനും അതുപോലെ വിളവും തരുന്നൊരു വെറൈറ്റിയാണ്. ജ്യോതിയിൽ ഉപ്പിനെ പ്രതിരോധിക്കുന്ന ജീനിനെ സംവേശിപ്പിച്ചിട്ട് ഇറക്കിയ വെറൈറ്റിയാണ്. അപ്പം അതിന് ജ്യോതിയുടേതായ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലവണാംശത്തെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ആ വിത്തിനുണ്ട്. അപ്പോൾ ഏത് വിത്ത് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക, അതിൻ്റെ ലഭ്യത ഉറപ്പാക്കുക, അത് നമ്മൾ ശേഖരിച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് വിത്ത് വിതയ്ക്കാം. വിത്ത് വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡിഫറെൻറ്റ്, കേരളത്തിലാണെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ വിത്ത് വിതയ്ക്കുന്നുണ്ട്. അത് പൊടിവിതയുണ്ട്, ചേറ്റുവിതയുണ്ട്, അതുപോലെ തന്നെ പറിച്ചു നടുന്നുണ്ട്. അപ്പോൾ പൊടിവിത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ആദ്യത്തെ മഴയോടുകൂടി നിലം ഉഴുത് വൃത്തിയാക്കി അവിടെ നമ്മൾ ഈ ട്രീറ്റ് ചെയ്ത സീഡ് നേരെ, അതായത് മുളപ്പിക്കാത്ത വിത്ത് നേരിട്ട് വിതറുകയാണ് ചെയ്യുന്നത്, വിതറി വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. വിതറി വിതയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് നുരിയിടാം. നുരിയിടുകയാണെങ്കിൽ നമ്മൾ ഈ പൂട്ടുചാലുകളിൽ ചാരം അല്ലെങ്കിൽ ചാണകപ്പൊടി കൂട്ടി മിക്സ് ചെയ്ത് നമ്മൾ നുരിയിട്ട് പോവുക ചെയ്യാറ്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മഴ വന്ന് കണ്ടത്തിൽ വെള്ളമായതിനു ശേഷം കണ്ടം പൂട്ടി ചെളി കലക്കി അതിൻ്റെ ഉള്ളിൽ മുളപ്പിച്ച് വിത്ത് വിതയ്ക്കാം. അതാണ് ചേറ്റുവിത എന്ന് പറയുന്നത്. ഇത് രണ്ടുമല്ല, നമുക്ക് ഞാറ്റടി തയ്യാറാക്കി പറിച്ചു നടുകയും ചെയ്യാം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊടിവിതയാണെങ്കിലും ചേറ്റുക നമുക്ക് സീഡിൻ്റെ അളവ് കൂടുതലാണ്. കാരണം ഒരു ഹെക്ടറിന് 80 മുതൽ 100 കിലോഗ്രാം വരെ വിത്ത് വരും. അതേസമയം പറിച്ചു നടുകയാണെങ്കിൽ നമുക്കത് ഒരു 60 കിലോ 65 കിലോ വരെ വിത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ കണക്ക് എന്ന് പറയുന്നത് നമ്മൾ 80% അങ്കുരണശേഷിയുള്ള വിത്താണെങ്കിലാണ് നമ്മൾ ഇത്രയും വേണ്ടി വരുന്നത്. ഇതിപ്പോൾ അതൊരു 100% അങ്കുരണശേഷിയുള്ളതാണെങ്കിൽ നമുക്ക് വിത്തിൻ്റെ അളവ് ഇനിയും കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ വിത്തിൻ്റെ വില, അതായത് നമ്മുടെ ഉൽപ്പാദന ചെലവ് വീണ്ടും കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഞാറ്റടി തയ്യാറാക്കുകയാണ്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവരും ചെയ്യുന്നതാണ്. നമുക്ക് പൊടിഞ്ഞാറ്റടി ഉണ്ടാക്കാം, അതായത് ഡ്രൈ നഴ്സറി അല്ലെങ്കിൽ വെറ്റ് നഴ്സറി, അതായത് നനഞ്ഞാറ്റടി ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ മെഷീൻ ഉപയോഗിച്ചാൽ, യന്ത്രം ഉപയോഗിച്ചാണ് പറിച്ചു നടുന്നതെങ്കിൽ മാറ്റ് നഴ്സറി അതും ഉണ്ടാക്കാം. ഇത് മൂന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ സമയത്ത്, ഇപ്പം നഴ്സറി ഉണ്ടാക്കുന്നതിനൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് നെൽച്ചെടി അല്ലെങ്കിൽ നെല്ല് പ്രധാന വയലിൽ വരുന്ന കാലദൈർഘ്യം കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ 2 or 3 വിളയെടുക്കുകയാണെങ്കിൽ, ഇപ്പം 1ാം വിളയ്ക്ക് നമ്മൾ നഴ്സറി ഇടുകയാണെങ്കിൽ നമുക്കൊരു 20 ദിവസം 25 ദിവസം പ്രധാന ഫീൽഡ് നെല്ല് നിൽക്കുന്നതിനെ കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 1ാം വിളയും 2ാം വിളയും തമ്മിൽ നമുക്ക് ആ നിലം ഒരുക്കുന്നതിനുള്ള ഒരു സമയം, ഒരു 2 ആഴ്ച സമയം നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ഞാറ്റടി പ്രത്യേകം പറിച്ചു നടുമ്പോൾ എന്ന് വെച്ചാൽ കളകളെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് നമ്മൾ ഞാറ്റടി തയ്യാറാക്കി നടുകയാണെങ്കിൽ. അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഞാറ്റടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നിലമൊരുക്കുക എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ നിലമൊരുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങായിരുന്നു. കാരണം 6 ചാല് പൂട്ടി കളകളെല്ലാം ചീഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നിലം വിത്ത് വിതയ്ക്കുന്നത്. ഇപ്പം നമുക്കതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മളത് 2 or 3 അല്ലെങ്കിൽ 1 or 2 ചാലൊക്കെ ആക്കി കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെ കുറയ്ക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കളകളൊന്നും നശിച്ചു പോകുന്നില്ല. ഈ കളകൾ നമ്മൾ വിതച്ചതിൻ്റെ പുറകെ വിത്ത് മുളയ്ക്കുന്നതിൻ്റെ ഒപ്പം കളകൾ പൊന്തി വരും. അപ്പോൾ അത് നമ്മളുടെ വിളവിനെ കാര്യമായി ബാധിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യ ചാല് പൂട്ടിക്കഴിഞ്ഞാൽ, ആദ്യ ചാല് പൂട്ടുക എന്ന് പറഞ്ഞാൽ കണ്ടത്തിൽ കളകളുണ്ടാവും, നമ്മുടെ പഴയ കൃഷിയുടെ അവശിഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ പൂട്ടി ഉഴുത് മണ്ണിൽ ചേർത്ത്, അതിനോടൊപ്പം നിങ്ങൾക്ക് പച്ചിലവളം, തോല്, ചാണകം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഇട്ട് ഒരാഴ്ച കൊടുക്കുക, അല്ലെങ്കിൽ കുറഞ്ഞതൊരാഴ്ച, ഒരു 10 ദിവസം നമുക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇതെല്ലാം ചീഞ്ഞഴുകി കഴിഞ്ഞാൽ ഇത് മണ്ണിൽ ജൈവാംശം കൂട്ടും, ജൈവവളം കൂട്ടും, മറ്റു പോഷകമൂലങ്ങളുടെ അളവ് കൂട്ടുമെന്ന് മാത്രമല്ല കളകളുടെ വളർച്ചയെ ഒരു പരിധി വരെ നമുക്ക്
നിയന്ത്രിക്കാനും പറ്റും. അതായത് കള നിയന്ത്രണം നമുക്ക് അതിനുവേണ്ടി വരുന്ന ചിലവാക്കുന്ന കാശ് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് നിലം ഒരുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് അപ്പം 4 5 അല്ലെങ്കിൽ 3 4 ചാല് പൂട്ടി നമ്മൾ അവിടെ നമ്മൾ അതിനെ പാകപ്പെടുത്തിയെടുത്ത് ചെളി കലക്കി അതിലാണ് നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് അല്ലെങ്കിൽ പറിച്ചു നടുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആദ്യ ചാല് കൂട്ടുമ്പോൾ തന്നെ നമ്മൾ ജൈവവളങ്ങളൊക്കെ മണ്ണിൽ ചേർക്കുന്നു. അതിനുശേഷം അവസാന ചാലോടുകൂടി നമ്മൾ മണ്ണിൽ കുമ്മായം ചേർക്കണം. ആദ്യമേ ഞാൻ പറഞ്ഞു, നമ്മൾ മണ്ണ് പരിശോധിക്കണം, നമ്മുടെ മണ്ണിൻ്റെ അമ്ലത്വ സൂചിക എത്രയാണെന്ന് നോക്കണം, അതനുസരിച്ചുള്ള കുമ്മായം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൻ്റെ ഒരു ഹെക്ടറിന് നമ്മൾ പറയുന്നത് 600 കിലോയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 350 കിലോഗ്രാം ഒരു ഹെക്ടറിന് അത്രയും വരും. അത്രയും ഇല്ലെങ്കിൽ നിങ്ങളുടെ അവയിൽ വെച്ച് തീരെ കുറയ്ക്കാൻ പാടില്ല. നമ്മുടെ ഇതനുസരിച്ച് പറ്റുന്നത്ര കുമ്മായം നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെല്ല് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഉള്ളതോടുകൂടി നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പൂട്ടൽ കഴിഞ്ഞാൽ നമ്മൾ ചെളി കലക്കി നമുക്ക് വിത്ത് വിതയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ പറിച്ചു നടാവുന്നതാണ്. അപ്പം പറിച്ചു നടുകയാണെങ്കിൽ അപ്പം നമ്മൾ വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ പൂട്ടിക്കഴിഞ്ഞ് ചെളി താഴ്ന്ന ഊറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിത്ത് വിതയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ചെളി ഇങ്ങനെ മേലെ നിൽക്കുമ്പോൾ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ വിത്ത് താഴുന്ന പുറകെ ആയിരിക്കും ചെളി വന്നടിക്കുക. അപ്പം വിത്ത് കൂടുതൽ ആഴത്തിൽ പോകും, അത് മുളച്ചു വരാൻ താമസം എടുക്കും, ചിലപ്പോൾ മുളയ്ക്കാണ്ടിരിക്കാം. അതുപോലെ തന്നെ ചനപ്പ് പൊട്ടുന്നതെല്ലാം കുറയും. അപ്പം ചെളി ഊറി ആ വെള്ളം ഒന്ന് ക്ലിയർ ആയിട്ട് വേണം നമ്മൾ വിത്ത് വിതയ്ക്കാൻ. അത് നമുക്ക് മുളപ്പിച്ച് വിത്ത് വിതയ്ക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ വിതയ്ക്കുമ്പോൾ കണ്ടത്തിൽ വെള്ളം ഒരു നേരിയ തോതിലെ വെള്ളം പാടുള്ളൂ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ മുളച്ച് വിത്താണെങ്കിൽ അത് ചീഞ്ഞു പോകും. അപ്പം നമ്മൾ നന്നായിട്ട് ലെവൽ ചെയ്യണം. വെള്ളം കെട്ടി നിൽക്കാം, പല സ്ഥലത്തിൽ പല രീതിയിൽ വെള്ളം നിൽക്കാൻ പാടില്ല. അത്യാവശ്യം നന്നായി അതിനെ ലെവൽ ചെയ്ത്, അതായത് നമ്മൾ മരം അടിക്കുക എന്ന് പറയും, അതിൻ്റെ പലക വെച്ച് നമ്മൾ നന്നായി ലെവൽ ചെയ്തിട്ട് വേണം. അതിനുശേഷം ചെളി ഊർന്നിറങ്ങി താഴെ എത്തിയതിന് ശേഷം വേണം വിത്തിടാനായിട്ട്. ഇപ്പം പറിച്ചു നടുകയാണെങ്കിൽ നമ്മൾ ആ ചെളി ഒന്ന് താന്നിട്ട് വേണം നടാനായിട്ട്. അപ്പം അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടത്തിലെ വെള്ളം. ഇപ്പം സാധാരണ കാണുന്നതെന്ന് പറഞ്ഞാൽ ട്രാക്ടർ വരുന്നു, അത് പൂട്ടുന്നു, അതങ്ങ് പോകുന്നു. അപ്പം ശരിക്കും കണ്ടത്തിൽ വരമ്പിൻ്റെ മേളിൽ കൂടെ എല്ലാം വെള്ളം താഴെ പോകുന്നുണ്ടാവും. അപ്പം അതിനകത്ത് കൂടെ ഒഴുകി പോകുന്നത് നമ്മുടെ കണ്ടത്തിലെ ക്ലേദം, ജൈവാംശം അതെല്ലാമാണ് ഒഴുകി പോകുന്നത്. നിങ്ങൾ നോക്കിയാൽ അടുത്ത തോടിലോ ചാലിലോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല ചായ പോലെ നല്ല ചുമന്ന നിറത്തിൽ വെള്ളം പോകുന്നുണ്ടാവും. അപ്പം അത് മുഴുവൻ നമ്മുടെ ഫലഭൂയിഷ്ഠമുള്ള മണ്ണിൻ്റെ മേൽമണ്ണാണ് ഒഴുകി പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പൂട്ടുന്ന സമയത്ത് ഏറ്റവും വെള്ളം നിയന്ത്രിച്ചിട്ട് മാത്രമേ പൂട്ടാവുള്ളൂ. അപ്പം അങ്ങനെ തന്നെ നമുക്ക് മണ്ണിൻ്റെ ഫലഭൂഷ്ടി ഒരു പരിധിവരെ നിർത്താൻ പറ്റും. അപ്പം അങ്ങനെ അതിനുശേഷമാണ് നമ്മൾ തൈകളുടെ, അതായത് ഞാറ്റടി തയ്യാറാക്കി നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഞാറ് പറിച്ച് കണ്ടത്തിൽ നടാവുന്നതാണ്. അപ്പോൾ നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാറിൻ്റെ മൂപ്പാണ്. സാധാരണ നമ്മൾ ഹ്രസ്വകാല മൂപ്പുള്ള ഇനങ്ങൾക്ക് പറയുന്നത് 18 ദിവസമാണ്. അതൊരു 21 ദിവസം വരെ പോവാം. മധ്യകാല മൂപ്പുള്ള ഇനങ്ങളാണെങ്കിൽ അതിനൊരു 21 തൊട്ട് 25 ദിവസം, 21 ദിവസത്തിൽ പറിച്ച് നടണം. 25 ദിവസം വരെ നമുക്ക് പോവാം അതിൻ്റെ മൂപ്പ്. ഇനി ദീർഘകാല വിളയാണെങ്കിൽ അതിൻ്റെ മൂപ്പ് അനുസരിച്ച്, അതായത് ചിലപ്പോൾ 140 ദിവസമായിരിക്കാം, ചിലപ്പോൾ 180 ദിവസമായിരിക്കാം. അതൊരു 30-35 ദിവസം വരെ മൂത്ത് പോയാലും നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നടുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് നല്ല ചനപ്പ് കൂട്ടുന്നതിനും അതിനുള്ള ആ ഒരു ഇതുണ്ടാവും. അപ്പം മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ ചനപ്പ് കൂട്ടുന്നതിൻ്റെ എണ്ണം കുറയും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നെല്ലിൻ്റെ വിളവ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടത്തിൽ എത്ര നെൽച്ചെടി അല്ലെങ്കിൽ എത്ര നുരിയുണ്ട്, ആ നുരിയിൽ ഓരോ നുരിയിലും എത്ര ചനപ്പ്, അതായത് പാനിക്കിൾസ്, നമ്മുടെ കതിര് എത്ര കതിരുണ്ട്, അതുപോലെ തന്നെ കതിരിൽ എത്ര മണിയുണ്ട്, ആ മണിയുടെ തൂക്കം, ഇതെല്ലാം അനുസരിച്ചാണ് പാടത്ത് നമ്മൾ കൊയ്തു വരുമ്പോൾ നമ്മുടെ വിളവിനെ നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പം നമ്മൾ ഒത്തിരി മൂപ്പ് കൂടിയ വിത്ത് നട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചനപ്പ് കൂട്ടുന്നത് കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രായത്തിൽ തന്നെ നമ്മളുടെ ഞാറ്റടി പറിച്ച് നടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അഥവാ മൂപ്പ് കൂടിപ്പോയാൽ നമ്മൾ സാധാരണ പറയുന്ന 2-3 ഞാറ് ഒരു കൂനയിൽ അല്ല ഒരു നുരിയിൽ വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ മൂപ്പ് കൂടിപ്പോയാൽ നമുക്കത് 3-4-5 ഞാറ് വരെ ഒരു നുരിയിൽ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു 10 കിലോ യൂറിയ അധികമായിട്ട് കൊടുക്കുകയും വേണം, അതിൻ്റെ വളർച്ചയൊന്ന് ഇതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മളുടെ കറക്റ്റ് സമയത്ത് നടന്ന് അതിൻ്റെ അത്ര തന്നെ ചനപ്പുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും.
അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചെടികൾ തമ്മിലുള്ള അകലം. അതായത് ഒരു ചതുരശ്ര മീറ്ററിൽ എത്ര ചെടികളുണ്ട്, ആ ചെടികളുടെ എണ്ണവും നമ്മുടെ വിളവിനെ നിശ്ചയിക്കുന്നതാണ്. അപ്പൊ അത് നമ്മളുടെ ചെടിയുടെ മൂപ്പനുസരിച്ച് അല്ലെങ്കിൽ ഇനത്തിന്റെ മൂപ്പനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ ഹ്രസ്വകാല മൂപ്പുള്ള ഇനങ്ങളാണെങ്കിൽ അതിന്റെ 3 കാലം, അതായത് വിരുപ്പായാലും മുണ്ടകനായാലും പുഞ്ചയായാലും ഒരേ ദൈർഘ്യമാണ്. അതായത് ഒരു ചതുരശ്ര മീറ്ററിൽ ഏകദേശം 60-67 നുരികൾ വരണം. അതിന്റെ അകലം എന്ന് പറയുന്നത് 15 സെന്റിമീറ്ററിന്റെ 10 സെന്റിമീറ്റർ ആണ്. അതേസമയം മധ്യകാല മൂപ്പുള്ള ഇനങ്ങളാണെങ്കിൽ വിരിപ്പ് കൃഷിയിൽ അതിന് കുറച്ച് അകലം കൂട്ടിക്കൊടുക്കണം. കാരണം നിങ്ങൾക്കറിയാം, തുടർച്ചയായി മഴ പെയ്യുന്നതാണ്, അന്തരീക്ഷം മൂടി നിൽക്കുകയാണ്. അപ്പം വെജിറ്റേറ്റീവ്, അതായത് കായിക വളർച്ച കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതലായിരിക്കുമ്പം അതിൻ്റെ തണൽ കൂടുതലായിരിക്കും. അപ്പോൾ രോഗങ്ങളും കീടങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ മധ്യകാല മൂപ്പുള്ള ഇനങ്ങൾക്ക് ഏകദേശം ഒരു 20 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ അകലം, അതായത് ഒരു ചതുരശ്ര മീറ്ററിൽ ഏകദേശം 33 നുരികൾ വരത്തക്ക വിധത്തിലാണ് നമ്മൾ മധ്യകാല മൂപ്പുള്ള ഇനങ്ങൾ വിരിപ്പ് കൃഷിക്ക് ചെയ്യുന്നത്. അതേസമയം മുണ്ടകൻ കൃഷി ആയാലും പുഞ്ചകൃഷി ആയാലും നമുക്ക് അതിന്റെ അകലം വീണ്ടും കുറയ്ക്കാം. അതായത് 20 സെന്റിമീറ്ററിന്റെ 10 സെന്റിമീറ്റർ, അതായത് വരികൾ തമ്മിൽ 20 സെന്റിമീറ്ററും നുരികൾ തമ്മിൽ 10 സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ നടേണ്ടത്. അപ്പൊ ഈ അകലം കൃത്യമായി പാലിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചതുരശ്ര മീറ്ററിലുള്ള നുരികളുടെ എണ്ണം കുറഞ്ഞു പോകും. അത് നമ്മളുടെ വിളവിനെ സാരമായി ബാധിക്കും. അപ്പൊ നമ്മൾ നട്ടു കഴിഞ്ഞു നെല്ല്. ഇനിയാണ് നമ്മളുടെ പ്രധാന പരിചരണ മുറയായ വളപ്രയോഗം. നമ്മൾ പറഞ്ഞു, നമ്മൾ ജൈവവളം കൊടുക്കണം, അതുപോലെ തന്നെ രാസവളം കൊടുക്കണം. ജൈവവളവും രാസവളവും വേറെ വേറെ അല്ല, രണ്ടും ഒരു കളയിൽ തന്നെ കൊടുക്കണം. ജൈവവളം സാധാരണ നമ്മൾ അടിവളമായിട്ട് ഉഴുന്ന സമയത്താണ് കൊടുക്കുന്നത്. അതെന്തായാലും നമ്മൾ കൊടുത്തിരിക്കണം. ജൈവവളം കൊടുക്കാതെ രാസവളം കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ജൈവാംശം മണ്ണിൽ ഉണ്ടെങ്കിലേ നമ്മൾ കൊടുക്കുന്ന രാസവളം മണ്ണിൽ പിടിച്ചു നിർത്തി ചെടിക്ക് ആവശ്യമായ സമയത്ത് കൊടുക്കാൻ മണ്ണിന് കഴിയുകയുള്ളൂ. നമ്മളിപ്പോൾ ജൈവവളം കൊടുത്താലും രാസവളം കൊടുത്താലും ചെടി അത് വലിച്ചെടുക്കുന്നത് ചാണകമായിട്ടോ അല്ലെങ്കിൽ യൂറിയായിട്ടോ അല്ല, മണ്ണിലത് അയോൺസ് ആയിട്ട് മാറും. ഈ അയോൺ നമ്മുടെ മണ്ണിലുള്ള ക്ലേദം അല്ലെങ്കിൽ ജൈവാംശത്തിൽ പിടിച്ചു വയ്ക്കും. എന്നിട്ട് ചെടിയുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്തായാലും മണ്ണിൽ ജൈവവളം ആവശ്യമാണ്. പണ്ടൊക്കെ നമ്മുടെ മണ്ണ് ജൈവവളത്താൽ സമ്പുഷ്ടമായിരുന്നു, നല്ല ജൈവാംശമുള്ള മണ്ണായിരുന്നു. നമ്മൾ തുടർച്ചയായി രാസവളം മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മണ്ണിന് ജൈവാംശം കുറഞ്ഞു. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അസ്ഥിപഞ്ജരം പോലെ, ഒരു അസുഖം പിടിച്ചൊരു അസ്ഥിപഞ്ജരം പോലെയാണ് നമ്മുടെ മണ്ണിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ മജ്ജയും മാംസമൊക്കെ കൊണ്ടുവന്ന് കൊടുത്താലേ ആ ഒരു ഷേപ്പ് വരുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്തായാലും ജൈവവളം കൊടുത്ത് നമ്മുടെ മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കണം. അതിനുശേഷം രാസവളം കൊടുത്തിട്ടേ നമുക്ക് കാര്യമുള്ളൂ. കാരണം രാസവളം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് ഏകദേശം ഒരു 20-30% മാത്രമേ ഉള്ളൂ. ബാക്കി വളം മുഴുവൻ നമ്മൾ കൊടുക്കുന്നത് ഒഴുകി പോവുകയാണ്. അതായത് നീർവാർച്ചയായിട്ടും അല്ലെങ്കിൽ ആവിയായിട്ടൊക്കെ പോകും. അപ്പൊ അത്രയും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ജൈവവളം നമ്മൾ കൊടുക്കണം. അതോടൊപ്പം രാസവളം, ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൂലകങ്ങളുടെ ആവശ്യകത അനുസരിച്ച് നമ്മൾ രാസവളം കൊടുക്കണം. അപ്പൊ ഇത് രണ്ടും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ രാസവളം ജൈവവളം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടത് മണ്ണിന്റെ സ്വഭാവം നിയന്ത്രിച്ച് അതിനെ ചെടിക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ഒരു അമ്ല സൂചിക ഒരു 5.5 മുതൽ 8 വരെയുള്ളതാണ് ഏറ്റവും നല്ല മണ്ണിന്റെ സ്വഭാവം. അപ്പൊ ആ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ മണ്ണിൽ കുമ്മായം കൊടുക്കണം. പിന്നെ നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്ലത്വ സ്വഭാവം കൂടുതലുള്ള മണ്ണാണ്. അപ്പൊ എന്തായാലും കുമ്മായം കൊടുത്തേ പറ്റൂ. അപ്പം നമ്മളൊരു ഹെക്ടറിന് ശുപാർശ ചെയ്യുന്ന കുമ്മായത്തിന്റെ അളവ് 600 കിലോഗ്രാമാണ്. നമ്മൾ 350 കിലോഗ്രാം അടിവളമായിട്ട് അത് കൊടുത്ത് നമ്മൾ മണ്ണിൽ അത്യാവശ്യം ഈ കുമ്മായി ഇട്ട് കഴിഞ്ഞാലും അമ്ലത്വ സ്വഭാവത്തിന്റെ ആ ഒരു കുറയ്ക്കുക അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു 2 ആഴ്ച കാലത്തേനെ നിൽക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുമ്മായം നമ്മൾ മേൽവളമായിട്ട്, അതായത് 1 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കുമ്മായം കൊടുക്കണം. അത് നട്ട് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തെ ഗ്യാപ്പ്, അതായത് 10 ദിവസം മുമ്പ് കുമ്മായം ഇട്ട് അത് കഴിഞ്ഞിട്ട് വേണം വളം ചെയ്യാൻ. അപ്പൊ നമ്മൾ അടിവളമായിടുമ്പോഴും നമ്മൾ കുമ്മായം അതുകൊണ്ടാണ് നമ്മൾ ഉഴുന്ന സമയത്ത് തന്നെ കൊടുക്കുന്നത്. ഇനി മേൽവളമായിട്ട് കുമ്മായം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അതിരാവിലെ കൊണ്ടുപോയി ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളിൽ വെള്ളമുണ്ടെങ്കിൽ കുമ്മായം അതിൽ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകും. അപ്പം ഇലയിൽ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല, നനവുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അധികം കാറ്റുള്ള സമയത്ത് ഇട്ട് കൊടുക്കരുത്. അപ്പൊ ഏകദേശം രാവിലെ ഒരു വെയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം, ഇതാണ് ഏറ്റവും നല്ലത് കുമ്മായി ഇടാൻ പറ്റിയ സമയം. ഇനി നിങ്ങൾക്ക് അത് മേൽവളമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കയറ്റുന്ന ചാലുകൾ ഉണ്ടായിരിക്കും.
ഈ ചാലുകളിൽ കിഴികെട്ടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അവിടെ അവിടെയായിട്ട് കിഴികെട്ടിയിട്ടാലും ഇത് വെള്ളത്തിൽ അലിഞ്ഞ് ആ കണ്ടം മുഴുവൻ അത് നേക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം വളമിടുന്നതിന് മുമ്പ് നമ്മുടെ മണ്ണിൻ്റെ സ്വഭാവം നമ്മൾ ക്രമീകരിച്ചിരിക്കണം. സ്വഭാവം ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മാത്രമല്ല, നമ്മുടെ മണ്ണിലുള്ള ചെടിക്ക് ആവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങൾ വരെ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് മണ്ണിലുണ്ടാകുന്നത് ഈ 5.5 മുതൽ 8 വരെയുള്ള സൂചികയിലാണ്, അമ്ലത്തെ സൂചികയിലാണ്. അപ്പോൾ അതിൻ്റെ താഴെ പോയാലും അതിൻ്റെ മേലെ പോയാലും ചില മൂലകങ്ങൾ അധികമായിട്ട് വരും, ചില മൂലകങ്ങളുടെ അഭാവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുമ്മായ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുമ്മായത്തിന് വില കൂടുതലാണ്, അതൊക്കെ അറിയാം. എന്നാലും നമ്മുടെ അമ്ലത്തെ സ്വഭാവത്തെ നമ്മൾ നിയന്ത്രിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ രാസവളത്തിലോട്ട് വരികയാണെങ്കിൽ, രാസവളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പൊതുവായ ശുപാർശ, കേരളത്തിൻ്റെ പൊതുവായ ശുപാർശ എന്ന് പറയുന്നത് ഹ്രസ്വകാല മൂപ്പുള്ള ഇനങ്ങൾക്ക് ഏകദേശം 70 കിലോഗ്രാം നൈട്രജനും 35 കിലോഗ്രാം ഫോസ്ഫറസും 35 കിലോഗ്രാം പൊട്ടാഷ്യമാണ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് ആണെങ്കിൽ അത് 75 കിലോ 175 കിലോ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതൊക്കെ ഇത്രയും വളം വേണ്ടി വരും. അതായത് അടിവളമായിട്ട് അത്രയും കൊടുക്കണം. അതായത് സാധാരണ ഹ്രസ്വകാല മൂപ്പുള്ള ഇനങ്ങൾക്ക് നമ്മൾ 2 തവണയായിട്ടാണ് വളം കൊടുക്കുക. ഒന്ന് അടിവളവും ഒന്ന് മേൽവളവും. മേൽവളം സാധാരണ നമ്മൾ ഒരു എന്താണ് പറയുക 20, 25 അല്ലെ 30, 35 ആ ഒരു 20-40 ദിവസത്തിനുള്ളിലാണ് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 പ്രാവശ്യമായിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അടിവളം കൊടുത്തു കഴിഞ്ഞ് ഒരു 20 ദിവസം കഴിയുമ്പം ആദ്യത്തെ മേൽവളം കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോൾ, അതായത് 45 ദിവസം ആകുമ്പോഴേക്കും 45-50 ദിവസം ആകുമ്പോൾ അതിൻ്റെ അടുക്കണ ദശ വരും. നട്ട് കഴിഞ്ഞ് 20 ദിവസം ആകുമ്പോൾ ചനപ്പ് കൂട്ടുന്ന സമയമാണ്. അപ്പോൾ ചനപ്പ് കൂട്ടുന്ന സമയത്തും അടുക്കണ ദശയിലും ചെടിക്ക് ആവശ്യമായ പോഷക മൂലകങ്ങൾ മണ്ണിൽ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് നമ്മൾ വളം കൊടുക്കുന്നത് നമ്മൾ ക്രമീകരിക്കണം. അതാണ് നമ്മൾ ഹ്രസ്വകാല മൂപ്പുള്ള ഇനങ്ങളെ കുറിച്ച് പറയുമ്പോൾ. ഇനി മധ്യകാല മൂപ്പുള്ള ഇനങ്ങളാണെങ്കിൽ നമ്മൾ 3 പ്രാവശ്യമായിട്ടാണ് വളം കൊടുക്കുന്നത്. അടിവളം കൊടുക്കും, അതുപോലെ ചനപ്പ് കൂട്ടുന്ന സമയത്തും നമ്മളുടെ അടുക്കണ ദശയിലും കൊടുക്കണം. ഈ 2 സമയത്ത് കൊടുക്കുമ്പോൾ നമുക്കത് പല രീതിയിൽ കൊടുക്കാം. ഒന്നുകിൽ നമ്മൾക്ക് പകുതി നൈട്രജനും മുഴുവൻ ഫോസ്ഫറസും അല്ലെങ്കിൽ ഭാവവും പകുതി പൊട്ടാഷ്യം അടിവളമായി കൊടുത്ത് ബാക്കി വരുന്ന നൈട്രജനെ 2 തവണകളായിട്ട് പകുതി വെച്ച് ആദ്യത്തെ കാൽഭാഗം ചനപ്പ് കൂട്ടുന്ന സമയത്തും ബാക്കി കാൽഭാഗം അടുക്കണ ദശയിലും കൊടുക്കാം. അപ്പം ഒന്നുകിൽ പിന്നെ പൊട്ടാഷ്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിവളം കൊടുത്തു കഴിഞ്ഞാൽ അടുക്കണ ദശയിൽ കൊടുത്താൽ മതി. കാരണം പൊട്ടാസ്യം എന്ന് പറയുന്ന വളം ശരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യം അവസാന കാലഘട്ടത്തിലാണ്. അതായത് മണിയുടെ നെൽമണിക്ക് തുടം വെക്കുന്നതിനും അതിന് ഭാരം വെക്കുന്നതിനൊക്കെയാണ് പൊട്ടാഷ്യം ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. അപ്പോൾ ആ സമയത്താണ്. അപ്പം അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 പ്രാവശ്യമായി നൈട്രജനോടൊപ്പം, അതായത് പകുതി നമ്മളുടെ നടുന്ന സമയത്തും അടിവളമായിട്ടും ബാക്കി പകുതി 2 സ്പ്ലിറ്റാക്കി ചനപ്പ് കൂട്ടുന്ന സമയത്തും അടുക്കണ ദശയിലും നൈട്രജൻ വളത്തോടൊപ്പം കൊടുക്കാം. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ മണ്ണിലെ ഈ ജലാംശം, അല്ലെങ്കിൽ ചിലപ്പം 1-ാം വിളയ്ക്കാണെങ്കിൽ വെള്ളപ്പൊക്കമായിരിക്കാം, മണ്ണിൽ വെള്ളം കൂടുതലുണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല നമുക്ക് 2 തവണയും 3 തവണയായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതേസമയത്ത് ഇപ്പം നമ്മുടെ സാധാരണ വെട്ടുകൾ പ്രദേശങ്ങൾ, ഇപ്പം മണ്ണ് കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ, മണൽ കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് 2-3 തവണ എന്നുള്ള 4-5 തവണകളായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ അങ്ങനെ തവണകൾ കൂട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇട്ടുകൊടുക്കുന്ന വളം ചെടിക്ക് ആവശ്യമുള്ള സമയത്ത് മണ്ണുണ്ടായിരിക്കും, അത് കൂടുതലായിട്ട് അതിൻ്റെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ നഷ്ടം കുറവായിരിക്കും. അപ്പം നമ്മൾ നൈട്രജനെ പറ്റി പറയുകയാണെങ്കിൽ അത് വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഒരു ആവശ്യമാണ്. അതേസമയം ഫോസ്ഫറസ് ആണെങ്കിൽ നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിലാണ് ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ എന്താണ് വേര് നന്നായിട്ടുണ്ടാകുന്നതിന്, അതുപോലെ തന്നെ പിന്നെ ഒരേ സമയത്ത് കതിരുകൾ നിരക്കുന്നതിന്, കൂടുതൽ ചെനപ്പ് കൂട്ടുന്നതിനൊക്കെയാണ് നമുക്ക് ഫോസ്ഫറസ് വളത്തിൻ്റെ ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ ഫോസ്ഫറസ് അടിവളമായിട്ട് മുഴുവനായിട്ടും കൊടുക്കുന്നത്. പൊട്ടാഷ് നമ്മൾ കൊടുക്കുന്നത്, അതായത് പൊട്ടാഷ് കൂടുതൽ കൊടുക്കുന്നത് നമ്മൾ അടിക്കണ ദശയിലാണ്. കാരണം പൊട്ടാഷ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മണികൾ, എത്ര മണികൾ ഉണ്ടാവണം, ആ മണികൾക്ക് എത്ര തുടം വെക്കണം, എത്ര ഭാരം, ഇതൊക്കെ നിർണ്ണയിക്കുന്നത് പൊട്ടാഷ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ചെടിയുടെ പ്രതിരോധശേഷി കൂട്ടുന്നതും പൊട്ടാസ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവസാന ഘട്ടത്തിലോട്ട് കൂടുതൽ പൊട്ടാസ്യം കൊടുക്കുന്നത്. ഇനി നമ്മൾ അതായത് നേർവളങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം മിക്സർ വളങ്ങൾ ഉപയോഗിക്കുന്നത് ഫാക്ടംഫോസ് ഉപയോഗിക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടിവളമായിട്ട് ഫാക്ടംഫോസ് കൊടുക്കുന്നു, ബാക്കി നമ്മൾ യൂറിയ ആയിട്ട് കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മളുടെ ആവശ്യകത അനുസരിച്ച് നമ്മളത് എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിച്ച് അത് കൊടുക്കുക. പിന്നെ ഫാക്ടംഫോസ് കൊടുക്കുന്നുണ്ട് വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഫാക്ടംഫോസിൽ നൈട്രജനും ഫോസ്ഫറസും അല്ലാണ്ട്
സൾഫർ ഉണ്ട്. അതായത് നമ്മളുടെ ചെടിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് സൾഫർ. അപ്പം അവസാന ഘട്ടത്തിൽ, അതായത് നമ്മൾ അടിക്കണ ദശയിൽ ഈ പാക്ടംഫോസ് ഡോക്ടേഴ്സ് ചെയ്യണ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ സൾഫർ ചെടിയുടെ എന്താ പറയുക, ഇലയുടെ അമ്ലത്വ സ്വഭാവത്തെ കുറയ്ക്കുകയും അതിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പം ചെടികളുടെ ഇലയിൽ നിന്നും മറ്റേ മണികളിലേക്ക് പോകുന്ന ആ ട്രാൻസ്ലൊക്കേഷൻ അത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്ക് ചെടിക്ക് കൂടുതൽ ഉൽപാദനം, അതായത് അതിൻ്റെ മണികളുടെ തുടം വയ്ക്കുന്ന അതുപോലെ ഇതിനെയൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പം ലാസ്റ്റ് സ്റ്റേജ്, അതായത് അടിവളം അടിക്കണ ദശയിൽ നമ്മൾ വളം കൊടുക്കുമ്പോൾ സൾഫറുള്ള ഏതെങ്കിലും ഒരു വളം കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ വിളവ് തരുന്നതെന്നല്ല. അത് അമോണിയം സൾഫേറ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫാക്ടംഫോസ് കൊടുക്കാം. ഏതായാലും ഫാക്ടംഫോസ് ആകുമ്പോൾ നമുക്ക് ഫോസ്ഫറസ് നഷ്ടമാണ്. അപ്പോൾ ഏതെങ്കിലും സൾഫറുള്ള വളം കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. പിന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. വളം ഇട്ട് കൊടുത്താൽ എത്രയാണ് ചെടി വലിച്ചെടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു പല തവണകളായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാസവള കാര്യക്ഷമത കൂട്ടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്ര തവണകളായിട്ട് കൊടുക്കുന്നോ അത്രയും നമുക്ക് വള കാര്യക്ഷമത കൂട്ടാൻ പറ്റും. കാരണം ചെടിക്കത് ആവശ്യത്തിന് വലിച്ചെടുക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ നമ്മൾ വെള്ളം വാർത്ത് കളണം. കണ്ടത്തിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വളം ഇട്ട് കഴിഞ്ഞ് ഒരു 48 മണിക്കൂറിന് ശേഷം മാത്രമേ വെള്ളം കയറ്റാവുള്ളൂ. ആ വെള്ളം നമ്മൾ ഉടനെ ഇറക്കി കളയാനും പാടില്ല. അപ്പം അങ്ങനെ വേണം നമ്മൾ. ആ ജല നിയന്ത്രണം ഒരു പ്രത്യേക ഘടകമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം യൂറിയ, അത് പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നൊരു വളമാണ്. അപ്പോൾ യൂറിയ വളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് വേപ്പും പിണ്ണാക്കുമായിട്ട് കൂട്ടിക്കലർത്തി, അതായത് 5:1 അനുപാതത്തിൽ യൂറിയ 5 കിലോ ആണെങ്കിൽ വേപ്പും പിണ്ണാക്ക് 1 കിലോ എന്ന തോതിൽ കൂട്ടിക്കലർത്തി ഒരു 48 മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾ വെതറി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളത്തിൽ ലയനശേഷി കുറവുള്ള വളങ്ങൾ, ഇത് നീം കോട്ടഡ് യൂറിയ, സൾഫർ കോട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കിട്ടും മാർക്കറ്റിൽ. അതാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് വെള്ളത്തിൽ കൂടി അലിഞ്ഞു പോകുന്നതിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഉള്ളത് മണ്ണ് പരിശോധനയ്ക്ക് ശേഷമുള്ള. ഇങ്ങനെ നമ്മൾ പല വിധത്തിൽ നമ്മളുടെ വളപ്രയോഗത്തിൽ നമ്മൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാസവളം അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യക്ഷമത കൂട്ടാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് വളത്തിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ വരുന്ന വേറൊരു പ്രശ്നങ്ങളാണ്. അതിപ്പോൾ നമ്മൾ വളം കൊടുത്തു, നമ്മുടെ മണ്ണ് അമ്ലത്വ സ്വഭാവമുള്ള മണ്ണാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നെൽപ്പാടങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ചെമ്പാട, അതായത് കണ്ടത്തിൻ്റെ സൈഡിലൊക്കെ ചുവന്ന നിറത്തിൽ ഇങ്ങനെ പാട പോലെ കിടക്കുന്നുണ്ടാവും. അതെന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പിൻ്റെ ആധിക്യം കാണിക്കുന്നതാണ്. ഇരുമ്പിൻ്റെ ആധിക്യമുള്ള മണ്ണുകളാണെങ്കിൽ ശരിക്കും നമ്മൾ കുമ്മായം, അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ പടത്തിൽ നോക്കിയാൽ അറിയാം ഇരുമ്പിൻ്റെ ആധിക്യം കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്. അതിൻ്റെ ഇലയിലുള്ള സിംറ്റം മാത്രമല്ല, നിങ്ങൾക്കറിയാം വേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാന വെള്ളവും മൂലകങ്ങളും എല്ലാം വലിച്ചെടുക്കുന്നതാണ് വേര്. അപ്പം നിങ്ങൾ നാറ്റടി നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ചുമന്നിരിക്കുന്നത്, അതായത് കംപ്ലീറ്റ് വേര് ഇരുമ്പിൻ്റെ, അതായത് അയൺ ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേര് ജീവനില്ലാത്തായി തീരും. അപ്പം അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ ചെടിക്കൊന്നും വലിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് ചെടി വീണ്ടും വീണ്ടും വേരുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം ശരിക്കും നമ്മുടെ മണികളിലോട്ടൊക്കെ പോകേണ്ട ചെടിയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം വേരുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ട് അവിടെയും നമ്മൾക്ക് ചെടിക്കുള്ള ആ മണികളുടെ വലിപ്പം അല്ലെങ്കിൽ തുടവൊക്കെ കുറഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുമ്പിൻ്റെ ആധിക്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ കുമ്മായം നല്ലപോലെ കൊടുക്കണം. അത് കുമ്മായം കൊടുക്കുന്ന 2 സ്പ്ലിറ്റ് എന്നുള്ളതല്ല, നമുക്ക് 3 4 പ്രാവശ്യമായിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗുണം എന്ന് പറയുന്നത് 2 ആഴ്ചയെ നിൽക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് അടിവളമായിട്ട് ഇടുന്ന സമയത്തിടാം. അത് കഴിഞ്ഞ ശേഷം 1 മാസം 1.5 മാസം അങ്ങനെ 2 3 4 പ്രാവശ്യമായിട്ട് കുമ്മായം ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മൾക്ക് ഇതിൻ്റെ ഈ വേര് ചെയ്യുന്നതിനൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പൊട്ടാഷ്യം കൂട്ടി കൊടുക്കുക, അതുപോലെ സിലിക്കൺ വളം കൊടുക്കുക. ഈ വേര് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടത്തിൽ നെല്ലിടുമ്പോൾ നമ്മൾ അലീവേസ്, അതായത് നമ്മൾ വളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടയ്ക്ക് ഒരു സ്ഥലം ഇടും. ആ സ്ഥലം നമ്മളൊരു ചാല് പോലെ കീറിക്കഴിഞ്ഞാൽ ഈ കണ്ടത്തിൻ്റെ 2 സൈഡിൽ നിന്നുള്ള വെള്ളം ആ ചാലിൽ വന്ന് നിൽക്കുമ്പോൾ നെല്ലിൻ്റെ ചോട്ടിൽ കൂടുതൽ വായുസഞ്ചാരം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അവിടെ നമ്മളുടെ ഇരുമ്പ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വേരിനെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും ആ വായുസഞ്ചാരം കൂടുമ്പോൾ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇരുമ്പിൻ്റെ ആധിക്യം കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം ഉണ്ടെങ്കിലും വെള്ളത്തിൻ്റെ ലഭ്യത, സുലഭമായി വെള്ളം ലഭ്യമാണെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ വെള്ളം കയറ്റി ഇറക്കുന്നത് നല്ലതാണ്. അതായത് വെള്ളം ഇറക്കി കഴിഞ്ഞ് ഒരു 2 3 ദിവസം അവിടെ ഇടുക. അതിനുശേഷം അത് 8 ദിവസം വരെ പോവുക നമ്മുടെ മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച്. ഇപ്പം മണ്ണിൽ കൂടിയ മണ്ണാണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ കയറ്റണം. നമ്മുടെ ചെടി കലർന്ന മണ്ണാണെങ്കിൽ നമുക്കൊരു
5-6 ദിവസം വരെ പോകാം. അതായത് വെള്ളം വാർത്ത് കളഞ്ഞ് വീണ്ടും നമ്മൾ വെള്ളം കയറ്റുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇരുമ്പിനെ ഈ ആധിക്യത്തെ നമുക്ക് ഒഴുക്കി കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് ജലലഭ്യത കുറവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കണം. അതായത് ഒന്ന് കായിക ദശയിലും ഒന്ന് നമ്മുടെ പ്രത്യുൽപാദന ദശയിലും, അങ്ങനെ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ആ വെള്ളം വാർത്ത് കയറ്റി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇരുമ്പിന്റെ ആധിക്യം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്നു ഈ ജൈവവളങ്ങൾ, അതായത് ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരുമ്പ്, മാംഗനീസ് അങ്ങനെയുള്ള മൂലകങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പറ്റും. ജൈവവളം കൂട്ടിക്കൊടുക്കുന്ന കുമ്മായം, അതുപോലെ പൊട്ടാഷ്യം കൂട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ പറയുന്നത് സമീകൃത വളപ്രയോഗം. സംയോജിതമുണ്ട്, സമീകൃതമുണ്ട്. സംയോജിതം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്, രണ്ടിൻ്റെയും, അതായത് ജൈവവും രാസവളം കൊടുക്കും. സമീകൃതം എന്ന് പറഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റുക. നമ്മൾ കണ്ടില്ലേ, ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഒക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന സമയത്ത് കഴിക്കണം എന്നൊക്കെ. അതേപോലെ ചെടിക്ക് ഓരോ സമയത്തും വേണ്ട മൂലകങ്ങൾ നമ്മുടെ മണ്ണിൽ ലഭ്യമാകണം. അത് പ്രധാനമായിട്ടും സൂക്ഷ്മ മൂലകങ്ങൾ. നിങ്ങൾക്കറിയാം, നമ്മൾ പ്രധാന വളങ്ങൾ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കും. അതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഈ മൂലകങ്ങളെല്ലാം ആവശ്യമാണ്. അപ്പോൾ ആ മൂലകങ്ങളുടെ അളവ് കുറയും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും, ഈ മൂലകങ്ങളുടെ ഇംബാലൻസ് വരുമ്പോഴും ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾ മണ്ണിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സിലിക്ക വളം അപ്ലൈ ചെയ്യുക. അതായത് സിലിക്ക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പുല്ലുവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് സിലിക്ക. ഇപ്പം നെൽപ്പാടങ്ങളിൽ ഇപ്പോൾ വൈക്കോൽ അങ്ങനെയൊക്കെ സാധനങ്ങൾ തിരിച്ചിടുകയാണെങ്കിൽ ഒരു പരിധിവരെ അതിൽ നിന്ന് സിലിക്ക തിരിച്ചെത്തും. അപ്പം നിങ്ങൾക്ക് സിലിക്ക വളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോഡിയം സിലിക്കേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫൈൻ സിലിക്ക. ഇത് രണ്ടും ഗ്ലാസ് ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ഇനി ഇത് രണ്ടും ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ല് ക്ലീൻ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ പതിരും കഷണങ്ങളൊക്കെ ആയിട്ട് വേസ്റ്റൊക്കെ അവിടെ ഉണ്ടാവും. അത് കരിച്ച് ചാരമാക്കി ഏകദേശം ഒരു 500 കിലോ 1 ഹെക്ടർ തോതിൽ കൊണ്ടുപോയിട്ടാലും നമുക്ക് ഈ സിലിക്ക അതിൽ നിന്ന് കിട്ടും. ഏതാണ്ട് ഒരു 16-20% വരെ സിലിക്ക ഉണ്ട് അതിനകത്ത്. അത് കിട്ടും. അങ്ങനെയൊക്കെ സിലിക്ക കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇരുമ്പിന്റെ മാംഗനീസിന്റെ ഒക്കെ ആധിക്യത്തെ അത് നിയന്ത്രിക്കും. അതുപോലെ തന്നെ കൂടുതൽ ലെവലിൽ പൊട്ടാഷ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുമ്പിന്റെ ആധിക്യം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ പൊട്ടാഷ്യം കൂടുതൽ കൊടുക്കുന്നതിന് പകരം സിലിക്ക ഇട്ട് കഴിഞ്ഞാൽ പൊട്ടാഷ്യത്തിന്റെ റിക്വയർമെന്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഈ മൂലകങ്ങളെല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് അതിന്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് സിലിക്ക വളം കൊടുക്കുന്നത് നല്ലതാണ്. ഇനി സിലിക്ക വളം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സോഡിയം സിലിക്കേറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അത് നടുന്ന് അന്ന് തന്നെ കൊടുത്താലും മതി. അല്ല, ഫൈൻ സിലിക്ക അല്ലെങ്കിൽ ഉമ്മായം ഉമിച്ചാരമാണ് കൊടുക്കുന്നതിൽ അതൊരു 15-20 ദിവസം മുമ്പ് നമ്മൾ മണ്ണിൽ കൊടുത്തിരിക്കണം. ഇനി 3-ാം മുള ഇറക്കാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ 2-ാം മുളയുടെ ഈ വേസ്റ്റ് ഒക്കെ കൂടെ അങ്ങനെ തന്നെ കണ്ടെത്തിക്കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ 1-ാം മുളയാകുമ്പോഴേക്കും അതെല്ലാം ഡീകമ്പോസ് ചെയ്ത് മണ്ണിൽ ആവശ്യമുള്ള വളമാകും. അപ്പം അങ്ങനെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇതാണ് മണ്ണിലെ പൊട്ടാസ്യത്തിന്റെ അഭാവം. നിങ്ങൾക്കറിയാം, അതിന്റെ ഇലയുടെ കതിരിൽ നിന്ന്, ഇലയുടെ മുകളിൽ നിന്ന്, ടിപ്പ് അഗ്രഭാഗത്ത് നിന്ന് സൈഡിൽ കൂടെ മഞ്ഞ നിറത്തിൽ വരുന്നതാണ് പൊട്ടാസ്യത്തിന്റെ അഭാവത്തിന്റെ സിംറ്റം എന്ന് പറയുന്നത്. അത് പൊട്ടാസ്യത്തിന്റെ അഭാവം മുകളിൽ തുടങ്ങി താഴോട്ട് വരും. അതേസമയം നമ്മൾക്കൊരു രോഗമുണ്ട് ഇതേപോലെയുള്ള സിംറ്റം കാണിക്കുന്നത്. ഏതാണെന്നറിയോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ്. അതാണെങ്കിലും ഇങ്ങനെ തന്നെ ടിപ്പിൽ നിന്നാണ് താഴോട്ട് വരുന്നത്. പക്ഷേ അവിടെ ഒരു വേവി മാർജിൻ ആയിരിക്കും നമ്മളുടെ രോഗത്തിന്റെ ലക്ഷണമാണെങ്കിൽ. അതേസമയം പൊട്ടാസ്യത്തിന്റെ അഭാവമാണെങ്കിൽ അത് നേരെ 2 സൈഡിൽ കൂടെയും സ്ട്രെയിറ്റ് ആയിട്ട് വരികയായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് അഭാവം കണ്ടു കഴിഞ്ഞാലും നമ്മൾ പൊട്ടാസ്യം ഇട്ട് കൊടുക്കണം. അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഭരണപോഷണത്തിൽ കൂടെ പോവാം. പിന്നെ നമ്മുടെ മണ്ണിൽ കാണുന്നതാണ് സിങ്കിന്റെ അഭാവം. അതും ഇതുപോലെ തന്നെ നമ്മളുടെ തുടർച്ചയായ വളപ്രയോഗം മൂലം വന്നൊരു കുറവാണ്. പിന്നെ സിങ്കിന്റെ അഭാവം വരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. മണ്ണിൽ ഫോസ്ഫറസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ മണ്ണിൽ സിങ്ക് ഉണ്ടെങ്കിലും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. അതായത് സിങ്ക് ഫോസ്ഫേറ്റ് ആയിട്ട് പോകുമ്പോൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സിങ്ക് മണ്ണിലിട്ട് കൊടുത്തിട്ടും കാര്യമില്ല, കാരണം ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫോസ്ഫറസ് കൂടുതലുള്ള മണ്ണിലാണെങ്കിൽ നമ്മൾ സിങ്ക് വളം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് പർണപോഷണം വഴി ഇലകൾ തടിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എങ്കിലേ ചെടി നമുക്ക് അതിൻ്റെ അഭാവം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമുക്ക് സിങ്കിന്റെ അഭാവമുള്ള സ്ഥലങ്ങളിൽ, നമുക്ക് സ്ഥിരമായിട്ട് സിങ്കിന്റെ അഭാവം കാണിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് വിത്തിൽ പരിചരണം നടത്താം. അതായത് 2% സിങ്ക് സൾഫേറ്റ് നമ്മൾ അത് വിത്തിൽ മുക്കി നമുക്കത് ഇടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ, അതായത് നമ്മൾ നിലം ഒഴുകുന്ന ആ സമയത്ത്, ആ ടില്ലറിങ് സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു 20 കിലോഗ്രാം 1 ഹെക്ടറിന് എന്ന തോതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പർണപോഷണം, അതായത് ഇലയിൽ തളിച്ചു കൊടുക്കാം. അതായത് സാധാരണ ഇലയിൽ തളിച്ചു കൊടുക്കുന്നത് നമ്മൾ അത്രയും സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് കാണുന്ന സമയത്താണ്. അത്
എമർജൻസി വരുന്ന സമയങ്ങളിലാണ് നമ്മൾ വർണ്ണപോഷണം ഇലയിൽ കൊടുത്ത് വെച്ചത്. അതിനാകുമ്പോൾ 0.5% സിങ്ക് സൾഫേറ്റ് ആണ്. അപ്പോൾ ഈ സിങ്ക് സൾഫേറ്റിന് ഇനി ടോക്സിസിറ്റി ഉണ്ടാവാണ്ടിരിക്കുക നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ കുമ്മായം കൂടെ ചേർക്കും. അതായത് 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു 5 ഗ്രാം സിങ്ക് സൾഫേറ്റും ഒരു 2.5 ഗ്രാം കുമ്മായവും ചേർത്ത് അതിൻ്റെ തെളി മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ വർണ്ണപോഷണം വഴി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ സാധാരണ ചിനപ്പ് പൊട്ടുന്ന സമയത്തും അതിനുശേഷം 2 പ്രാവശ്യം, അതായത് ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് നമ്മൾ തളിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സിങ്കിൻ്റെ അഭാവം കുറയ്ക്കാൻ പറ്റും. അത് സിങ്ക് അഭാവമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് മണ്ണ് പരിശോധിക്കണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മളത് ചെയ്യണം. പിന്നെ വരുന്നതാണ് നമ്മളുടെ ഈ പല മൂലകങ്ങളുടെയും അഭാവം നമ്മൾ കാണാറുണ്ട്. അപ്പം അതിനു വേണ്ടി അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അല്ല അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടി കാർഷിക സർവകലാശാല സൂക്ഷ്മ മൂലക സംയുക്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ മേഖലാ കാർഷിക ഗവേഷണത്തിൽ നിന്നും ഇറക്കിയിട്ടുള്ള സമ്പൂർണ്ണ, അതുപോലെ തന്നെ പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നുള്ള സൂക്ഷ്മ മൂലക ലായനി, ഇത് രണ്ടും ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. സമ്പൂർണ്ണയാണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ ആ പറിച്ചു നടുന്നതിൻ്റെ അത് നാറ്റടിയിലൊരു പറിച്ചു നടുന്നതിന് 1-2 ദിവസം മുമ്പ് ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കൊടുക്കാം. അതേസമയം അതിന് ശേഷം നമ്മൾ 10 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ 45 ദിവസത്തിന് ശേഷം കൊടുക്കണം. അത് നമ്മൾ സമ്പൂർണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഇതിനകത്ത് മിക്കവാറും എല്ലാ സൂക്ഷ്മമൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻ്റ്, അതായത് സൂക്ഷ്മമൂലക ലായനിയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടില്ലറിങ് സ്റ്റേജിൽ, അത് നമ്മുടെ ചനപ്പ് പൊട്ടുന്ന സമയത്ത് നമ്മൾ ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് ഇലകൾ തളിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വീണ്ടും ഒരു സെക്കൻഡ് സ്പ്രേയിങ്, അതായത് ഒരു 25 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമ്മുടെ അടിക്കണ ദശയിലും ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം നമുക്ക്, ബാക്കിയുള്ള സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാ വളങ്ങളുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സംയോജിത വളപ്രയോഗം ഞാൻ പറഞ്ഞിരുന്നു, സമീകൃത വളപ്രയോഗം ഞാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ സംയോജിത വളപ്രയോഗത്തിലോട്ട് പോകുന്നത്? കാരണം കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഓർഗാനിക് ജൈവ വളം മാത്രം ചെയ്ത് കൃഷി ചെയ്യണം, ഒരു ഓർഗാനിക് ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ജൈവവും രാസവും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവ് ലഭിക്കണമെങ്കിൽ നമ്മളൊരു സംയോജിത വളപ്രയോഗം, അത് ജൈവവളവും രാസവളവും സംയുക്തമായി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കൊണ്ടുവരുന്നത്. കാരണം ചെടിക്ക് ആവശ്യമായ പോഷക മൂലകങ്ങൾ ഒരിക്കലും നമുക്ക് ജൈവവളത്തിൽ കൂടെ കൊടുക്കാൻ പറ്റില്ല. കാരണം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം അത് കൂടിയ തോതിൽ വേണം. അതിനുവേണ്ടി നമ്മൾ ടണ്ണ് കണക്കിന് ജൈവവളം കൊടുത്താൽ പോലും ആ റിക്വയർമെന്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജൈവവളം ഇട്ട് കഴിഞ്ഞ് ബാക്കിയുള്ളത് റിക്വയർമെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രാസവളം ഉപയോഗിക്കുന്നത്. അതായത് എന്നാലേ നമുക്ക് അതിൻ്റെ ചെടിക്ക് ശരിയായ ഉൽപാദനം നടത്തണമെങ്കിൽ ഈ എല്ലാ മൂലകങ്ങളും സമീകൃതമായിട്ട് അത് ബാലൻസ് ചെയ്ത് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഒരു ആവശ്യകത എന്ന് പറയുന്നത് നമ്മളുടെ പോഷക, അതായത് വളപുഷ്ടി ഇല്ലാത്ത, അതായത് ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിലാണെങ്കിൽ നമുക്ക് ഉൽപാദനക്ഷമത കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സാണ് നമ്മുടെ മെയിനായിട്ട് വരുന്നത്. നമ്മളുടെ ഏരിയ വളരെ കുറവുള്ളവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ അവിടെ നിന്നും ഉയർന്ന ഉൽപാദനം കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ പോഷക മൂലകങ്ങളുടെ ഞാൻ പറഞ്ഞു സമീകൃതമായി, അപ്പം അതിൻ്റെ അസന്തുലിതാവസ്ഥ നമുക്ക് മാറ്റി നമുക്കൊരു ബാലൻസ് ചെയ്ത രീതിയിൽ കൊടുക്കാൻ പറ്റും. പിന്നെ രാസവളങ്ങളുടെ വില കൂടുതൽ, നമ്മൾ രാസവളങ്ങൾ അപ്ലൈ ചെയ്യുന്ന അതിലോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അത് പെട്ടെന്ന് കിട്ടും, നമുക്ക് എളുപ്പമായിട്ട് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ പല കാരണം കൊണ്ട് നമ്മൾ രാസവളം ഉപയോഗിക്കുന്നതിൻ്റെ, പക്ഷെ അതുകൊണ്ട് നമുക്ക് പല ദോഷങ്ങളും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത് മണ്ണിൻ്റെ വളപുഷ്ടിയും ഫലപുഷ്ടിയും നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. മണ്ണിനെ തുടർച്ചയായി ഒരു ഉൽപാദനം കിട്ടാൻ വേണ്ടി മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് പറ്റും സംയോജിത വളപ്രയോഗത്തിലൂടെ. പിന്നെ അതിനകത്ത് വരുന്ന പ്രധാന ഘടകങ്ങളാണ് നിങ്ങൾക്കറിയാം, ജൈവവളങ്ങൾ, അതുപോലെ തന്നെ രാസവളം. ഇത് രണ്ടും പ്രധാന ഘടകങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബയോ ഫെർട്ടിലൈസ്, ജീവാണു വളങ്ങൾ ഉപയോഗിക്കാം, കമ്പോസ്റ്റ് ഉപയോഗിക്കാം, പച്ചില വളങ്ങൾ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി നമുക്ക്, അതായത് ഓരോന്നിൻ്റെയും ലഭ്യത അനുസരിച്ച് നമ്മൾ ഇതിനെല്ലാം കൂടെ സംയോജിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ജൈവവളത്തിലോട് വരികയാണെങ്കിൽ പച്ചില വളം നിങ്ങൾക്കറിയാം, ഡെയിഞ്ച, പയറ്, ഇതേത് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ പയറാണെങ്കിൽ നമ്മൾ പൊടിവിതയിൽ നെല്ലിനോട് കൂടി മിക്സ് ചെയ്ത് വിതയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ വിതയ്ക്കുമ്പം
മണ്ണിൽ ഈർപ്പം ഉണ്ടായാൽ മതി. ആദ്യം മഴയോടുകൂടി ഇതെല്ലാം മുളച്ചു വരും, പയർ പെട്ടെന്ന് വളർന്നു വരും. നമ്മളതിനെ പറിച്ചിടൊന്നും വേണ്ട. കണ്ടത്തിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോഴത്തേക്കും, അതായത് ജൂൺ ഒരു പകുതി ആകുമ്പോഴേക്കും കണ്ടത്തിലൊക്കെ വെള്ളമാകും. ആ സമയത്ത് ഈ പയർ തനിയെ ചീഞ്ഞു പോയിക്കോളും. അപ്പൊ ശരിക്കും നെല്ലിനൊരു ചെറിയ മഞ്ഞപ്പ് നമ്മുടെ ആദ്യത്തെ വളപ്രയോഗം വരുന്നവരാണ്. അപ്പൊ ശരിക്കും ആ ജൈവവളം കിട്ടുകയും ചെയ്യും, നമ്മൾ രാസവളം കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളതെല്ലാം അത് ക്രമീകരിച്ച് വരികയും ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ നെൽച്ചെടിയോടൊപ്പം പയർ വളർത്താം. അല്ലെങ്കിൽ നമുക്ക് മൂന്നാം വിളക്കാലത്ത് നമ്മൾ വേറെ ഒരു വിളയും കണ്ടത്തിലിടുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് ഡെയിഞ്ച, സൺകമ്പ്, കൊഴിഞ്ഞിൽ ഇതൊക്കെ വിതച്ചിടാം. ആദ്യം മഴയോടുകൂടി ഉഴുത് ചേർക്കാം. അങ്ങനെ നമുക്ക് ജൈവവളം മണ്ണിന്റെ കൂട്ടാൻ പറ്റും. പിന്നെ വരുന്നതാണ് ജീവാണുവളങ്ങൾ, അല്ലെങ്കിൽ സൂക്ഷ്മജീവിവളങ്ങൾ. അതിനകത്ത് ഒരു വരുന്ന ഒന്നാണ് അസോള. അസോള എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അസോള വളം മാത്രമല്ല, അത് മൃഗങ്ങൾക്ക് ഭക്ഷണമായി കൊടുക്കാറുണ്ട്, മനുഷ്യൻ കഴിക്കാറുണ്ട്, അങ്ങനെ പല രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അസോള ഉണ്ടെങ്കിൽ നമുക്ക് അത് 2 വിധത്തിൽ അസോള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നെൽവയലുകളിൽ. അതായത് 35-40 കിലോ അറ്റ്മോസ്ഫറിക് നൈട്രജനെ, അന്തരീക്ഷ നൈട്രജനെ അത് മണ്ണിലേക്ക് ഫിക്സ് ചെയ്യും, അതിനകത്തുള്ള സൂക്ഷ്മാണുജീവി. അപ്പൊ ശരിക്കും നമുക്ക് ഈ അസോള നേരെ നെല്ല് നട്ട് കഴിഞ്ഞ് അതിനകത്ത് കൊണ്ടുപോയിട്ട് നെല്ലിനോടൊപ്പം വളർത്തിയെടുത്ത് വളമിട്ട് അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വളർത്തി നമ്മുടെ അവസാന ഉളോടുകൂടി കൊണ്ട് നമുക്ക് അതിനകത്ത് ചേർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 10 ടണ്ണോളം നമുക്ക് വേണ്ടി വരും ഒരു ഹെക്ടറിന് അസോളയാണെങ്കിൽ. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു വളമാണ് അസറ്റോബാക്ടർ. അസറ്റോബാക്ടർ സാധാരണ നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുന്ന കുറവാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഞാറ്റടി സമയത്ത് അത് വേര് മുക്കി, അസോസ്പൈറൽ, അസറ്റോബാക്ടർ ഇതൊക്കെ നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന സാധനങ്ങളാണ്, സൂക്ഷ്മാണു ജീവികളാണ്. അപ്പം നമ്മൾ വേര് മുക്കിയിട്ടാണ് സാധാരണ ചെയ്യാറ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്ന പൊട്ടാസ്യം ലയിപ്പിക്കുന്ന ജീവാണുക്കളുണ്ട് മണ്ണിലുള്ള. അതുപോലെ ഫോസ്ഫറസിന്റെ അവൈലബിലിറ്റി കൂട്ടുന്നത്, അതായത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വലിച്ചു കൊണ്ടുവന്ന് ചെടിക്ക് കൊടുക്കുന്ന വിധത്തിലുള്ള സൂക്ഷ്മാണു ജീവികളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സംയോജിത വളപ്രയോഗ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് അതിന്റെ പടം നമ്മളുടെ അസോസ്പൈറിലും. അതുപോലെ തന്നെ PGPR മിക്സ്. PGPR മിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു മിക്സ്ചറാണ്. അതായത് ബാസില്ലസ്, സ്യൂഡോമോണസ് എല്ലാം കൂടെ കൂടിയാണ് പലതരം സൂക്ഷ്മജീവികളാണ് അതിനകത്തുള്ളത്. അപ്പം അതിനെ നമ്മൾ ശരിക്കും ഒരു 2% സൊല്യൂഷൻ അല്ലെങ്കിൽ മണ്ണുമായിട്ട് ചേർത്തിട്ടാണ്, 2% ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും ഇറക്കിയൊരു സൂക്ഷ്മാണു വളമാണ്. ഇതാണ് അസോള. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ലഭ്യത അനുസരിച്ച് ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ സംയോജിത പ്രയോഗ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മൾ ജൈവവളം വാങ്ങി അല്ലെങ്കിൽ ചാണകം വാങ്ങിയിടുന്നതിനേക്കാൾ നിങ്ങൾക്കറിയാം, ചാണകം നിങ്ങൾക്കറിയാം നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചാണകത്തിനകത്ത് പകുതി അവിടുത്തെ മണ്ണായിരിക്കും, അവിടുത്തെ മണ്ണിന്റെ നിറം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പരിസരത്ത് നമ്മളുടെ കേരളത്തിൽ തന്നെ കിട്ടുന്ന വളങ്ങളാണെങ്കിൽ അത് കുറച്ചും കൂടി വിശ്വസനീയമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഈ സൂക്ഷ്മാണു വളങ്ങളും, ഇതൊക്കെ ഓരോ സൂക്ഷ്മാണു വളങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് നമുക്ക് എന്താണ്, നമ്മൾ റൈസോബിയം നമ്മൾ പയറിൽ മുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അത് റൈസോബിയം വേണം. അതുപോലെ പയർ വിത്ത്, അതുപോലെ തന്നെ അത് നമ്മൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇത് കലക്കിലാണ് മുക്കി വയ്ക്കുക. അതിൻ്റെ തണലിൽ ഉണക്കി കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ ഒരു അരമണിക്കൂർ നമ്മൾ വിതച്ചു കൊടുക്കണം. അതുപോലെ തന്നെയാണ് അസോസ്പൈറിലുമായാലും അസിറ്റോബാക്ടറിയാലും നമ്മൾ വിത്തുമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വളത്തിന്റെ ഏതാണ്ട് ഒരു രൂപം നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നഷ്ടം കൂടാതെ നമ്മൾ, അതായത് രാസവള കാര്യക്ഷമത കൂട്ടി നമ്മൾ ചെടികൾക്ക് ആവശ്യമായ സമയത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉൽപാദനക്ഷമതയും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രധാന ഘടകമാണ് ജലപരിപാലനം. നെൽകൃഷിയിൽ നമ്മൾക്കറിയാം, നെല്ല് സാധാരണ വെള്ളത്തിൽ വളരുന്ന ഒരു വിളയാണ് അല്ലെ. നമ്മൾ പണ്ട് തൊട്ടേ വെള്ളം നിർത്തിയാണ് കൃഷി ചെയ്യാറ്. എന്നാൽ നെല്ലിന് ശരിക്കും വെള്ളം കെട്ടി നിർത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിന് ഏകദേശം ഒരു പൂരിതാവസ്ഥ അതേ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് കണ്ടത്തിൽ വെള്ളം കെട്ടി നിർത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ പ്രധാന കാര്യം. പിന്നെ നമ്മൾ വെള്ളത്തിനെ നിയന്ത്രിക്കുക, അതായത് നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് വെള്ളത്തിന്റെ അളവ് വ്യത്യാസം വരും. പറിച്ചു നടുന്ന സമയത്താണെങ്കിൽ ഒരു 1/2 ഇഞ്ച്, 1.5 സെന്റിമീറ്റർ കനത്തിലെ വെള്ളം പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാറ്റിൽ നട്ട് കഴിയുമ്പോൾ അത് പൊന്തിപ്പോരും. അധികം വെള്ളമാണെങ്കിൽ അത് പൊന്തിപ്പോരും, വേര് പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നടുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 സെന്റിമീറ്റർ 3/4 ഇഞ്ച് വെള്ളം ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം നെല്ലിന്റെ വളർച്ച അനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു, ഒരു 5 സെന്റിമീറ്റർ ആയിട്ട് നിൽക്കുന്നു. പിന്നെ ചനപ്പ് കൂട്ടുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒന്ന് വാർത്ത് കളയുന്നത് നല്ലതാണ്. വെള്ളത്തിന്റെ അളവ് അത് കൂടുതൽ ചനപ്പ് കൂട്ടുന്നതിന് ഒത്തിരി നല്ലതാണ്. ഒരാഴ്ച മാക്സിമം ഒന്ന് വെള്ളം താഴ്ത്തി ലെവൽ ഒരു 1.5 സെന്റിമീറ്ററിലൊക്കെ നമ്മുടെ, അതായത്
ഒരു 1/2 ഇഞ്ച് കനത്തിൽ നിർത്തുക. അതിനുശേഷം വീണ്ടും നമ്മൾ വെള്ളം കയറ്റി നിർത്തുക. 5 സെന്റിമീറ്റർ വെള്ളം നിർത്തുക. ഈ വെള്ളം നമ്മൾ നെല്ല് കൊയ്യുന്നതിന് പാകമായി കൊയ്യുന്നതിന് ഒരു 15 ദിവസം മുമ്പ് വരെ നമ്മളത് നിർത്തണം. അതിനുശേഷം നമുക്ക് വാർത്ത് കളയാം. പിന്നെ നെല്ലിനെ സംബന്ധിച്ച് ജലത്തിന്റെ ആവശ്യം ഏറ്റവും കൂടുതൽ, അതായത് 5 അതിന്റെ നിർണായക ഘട്ടങ്ങളുണ്ട്. നമ്മൾ നടുന്ന സമയത്ത്, അതായത് വേര് പിടിക്കുന്ന സമയം, അപ്പം നമുക്ക് വെള്ളം വേണം. അതുപോലെ തന്നെ പൂങ്കുല രൂപം പ്രാപിക്കുന്ന സമയം, അതാണ് അടുക്കണ ദശയാണ്. പിന്നെ വരുന്നത് കതിര് പുറത്തു വരുന്ന സമയം, അതുപോലെ തന്നെ പാൽപ്പരുവത്തിൽ. ഈ സമയങ്ങളിലൊക്കെ കണ്ടത്തിൽ വെള്ളം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പതിരായി പോകും. അടിക്കണ പൊട്ടുമ്പോൾ അതിനകത്ത് അതിൻ്റെ മണികളുടെ എണ്ണവും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ജലത്തിന്റെ ലഭ്യത ഉറപ്പാക്കണം. കണ്ടത്തിൽ വെള്ളം ആവശ്യത്തിനുണ്ടായിരിക്കണം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ജലപരിപാലനത്തിൽ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജലം, ഞാൻ ആദ്യം പറഞ്ഞു, ജലം നമുക്ക് ധാരാളം കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അമ്ലത്വ സ്വഭാവം കൂടുതലുള്ള മണ്ണാണ്, അതുപോലെ തന്നെ നീർവാർച്ച കുറഞ്ഞ മണ്ണൊക്കെ നമ്മൾ വെള്ളം കയറ്റി ഇറക്കുന്നത് നല്ലതാണ്, നമ്മളുടെ ഇരുമ്പിന്റെ ആധിക്യം കുറയ്ക്കാനായിട്ട്. അപ്പൊ അതാണ് നമ്മളുടെ നെല്ലിനെ സംബന്ധിച്ച് പ്രധാനമായ ജലസേചന മുറകൾ. പിന്നെ ഒരു നെല്ലിന്റെ പ്രധാന ശത്രുവാണ് കളകൾ. നിങ്ങൾക്കറിയാം 30-40% വിളവ് കുറയുന്നത് നിങ്ങൾക്കറിയാം കളകൾ മൂലം. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കളയാണ് വരിനെല്ല്. അതായത് അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നെല്ലിനോടൊപ്പം വളരുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നെല്ല് ഒരു ടില്ലറിങ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഇവൻ മേലെ കയറും. നെല്ലിനേക്കാളും 10-15 ദിവസം മുമ്പേ ഇത് മൂപ്പെത്തുന്നത് കൊണ്ട് മൂപ്പെത്തി അത് പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നതായതുകൊണ്ട് അപ്പം തന്നെ പൊഴിഞ്ഞ് വയലിൽ തന്നെ വീഴും. അപ്പോൾ ഒരു വയലുനെല്ലിൻ്റെ ഒരു നെല്ല്, ഒരു ചെടി വന്നാൽ അതിൽ നിന്ന് പിന്നെ 100 കണക്കിന് നെൽച്ചെടികളാണ് മുളച്ചു വരിക. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വരിനെല്ല്. അതുപോലെ തന്നെ മറ്റു കളകൾ നമ്മൾ വളപ്രയോഗം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കളകൾ നീക്കിയതിന് ശേഷം വളമിടുക എന്നുള്ളത്. കള നീക്കിയില്ലെങ്കിൽ കളകൾ കൂടുതൽ വളം വലിച്ചെടുക്കും, പിന്നെയും നെല്ലിനെ അത് അതിൻ്റെ വളർച്ച മുരടിക്കും. അപ്പോൾ കള നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മൾ സാധാരണ വളപ്രയോഗം നടത്തേണ്ടത്. സാധാരണ നെല്ലിൻ്റെ കള നിയന്ത്രിച്ച് നിർത്തേണ്ട സമയം എന്ന് പറയുന്നത് 45 ദിവസം വരെയാണ്. അതിനുശേഷം നെല്ലങ്ങ് പൊന്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കളകൾ അത്രയും പ്രശ്നം നെല്ലിൽ ഉണ്ടാക്കൂല. അപ്പം നമുക്ക് അതിനു വേണ്ടി തൊഴിലാളികളെ ഉപയോഗിച്ച് കള നീക്കം ചെയ്യാം, അത് പറിച്ച് കളയാം. അപ്പം തൊഴിലാളികൾക്ക് ലഭ്യമാണെങ്കിൽ അങ്ങനെ, അതായത് 20 ദിവസം 42 പ്രാവശ്യമായിട്ട് കള മുഴുവൻ നമുക്ക് നീക്കിക്കളയാം. അല്ലെങ്കിൽ നമുക്ക് കളനാശിനികൾ ഉപയോഗിക്കാം. കാസർഗോഡ് ജില്ലയിൽ കളനാശിനി നിരോധിക്കപ്പെട്ടതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അധികമായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ, അതായത് നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ കളനാശിനികളുണ്ട്. അതായത് നമ്മുടെ സോഫിറ്റ്, ബ്യൂട്ടാക്ലോർ, ഇതൊക്കെ പെൻഡിമെത്താലിൻ, ഇങ്ങനെ 3-4 കളനാശിനികൾ നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് നമുക്ക്, അതായത് പൊടി വിതയിലാണെങ്കിൽ ഉപയോഗിക്കാം, ചേറ്റുവിതയിലാണെങ്കിലും ആ സമയത്ത് ഉപയോഗിക്കുന്ന കളനാശിനികളാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കളനാശിനിയാണ് ബിസ്പൈറിബാക് സോഡിയം, അതായത് നോമിനി ഗോൾഡ് എന്ന് പറഞ്ഞൊരു കളനാശിനിയുണ്ട്. ആ കളനാശിനി നെല്ല് പറിച്ചു നട്ട് 20 ദിവസത്തിനുള്ള 20 ദിവസത്തിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അത് എല്ലാ കളകളെയും, മിക്കവാറും എല്ലാ കളകളെയും പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിവുള്ളൊരു കളനാശിനിയാണ്. അത് മാർക്കറ്റിൽ നോമിനി ഗോൾഡ് അല്ലെങ്കിൽ താരക്, അങ്ങനെ 2 പേരിലാണ് അത് മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പം അത് നമുക്ക് ഉപയോഗിക്കാവുന്നത് നട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ വിതച്ച് കഴിഞ്ഞ് 20 ദിവസം കഴിയുമ്പോൾ. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കീടനാശിനിയെ കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാം. അതായത് നമ്മളിപ്പം ഓലയുറ്റിയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെയിം അല്ല ഫ്ലൂവൻഡാമൈഡ് ഉപയോഗിക്കുന്നത്, അത് ഫെയിം എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോൺഫിഡർ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഈ 20 ദിവസം കഴിയുമ്പോൾ നമ്മൾ കളനാശിനി അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടിച്ചേർത്ത് അടിക്കുന്നത് നമുക്ക് ഒരു സ്പ്രേയിങ്ങിൽ ഇതിനെ രണ്ടിനെ നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കൂടി അതിനുണ്ട്. ഇത് കാസർഗോഡ് ജില്ലക്കാർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ അത് ഉപയോഗിക്കാൻ നിരോധിച്ചിരിക്കുന്നതാണ്. എങ്കിലും ഞാനത് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം നമ്മളുടെ വരിനെല്ലിനെ നിയന്ത്രിക്കാൻ നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശുദ്ധമായ വിത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ നെൽവിത്തിൽ വരിനെല്ലില്ലാതെ നോക്കുക. പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെയിൽ സീഡ് ബെഡ് എന്ന് പറയും. അതായത് നമ്മൾ കണ്ടം പൂട്ടി വിതയ്ക്കാൻ പാകത്തിനിടും. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഈ നെല്ല് മുളച്ചു വരും. നമ്മുടെ വരിനെല്ല് നമ്മൾ വിതയ്ക്കുന്നില്ല, പക്ഷെ വരിനെല്ല് അപ്പം മുളച്ചു വരും. ഈ വരിനെല്ലിനെ നമുക്ക് ഒന്നെങ്കിൽ വെള്ളം കയറ്റി ഇട്ട് പൂട്ടി നശിപ്പിച്ച് കളയാം. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടനാട് കോളിലൊക്കെ ആണെങ്കിൽ അവരതിൽ കളനാശിനി അടിച്ചിട്ട് വെള്ളം കയറ്റിയിടും.
അപ്പോൾ വെള്ളം കയറ്റി കഴിഞ്ഞാൽ ചീഞ്ഞ് അത് അവിടെ പോകും. അങ്ങനെ നമുക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ സ്റ്റേറ്റ് സീഡ് ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ വരുന്നെല്ലിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ വേറൊരു മാർഗം എന്ന് പറഞ്ഞാൽ അത് കളനാശിനി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഇതേപോലെ തന്നെ മണ്ണ് വിതയ്ക്കാൻ പാകത്തിനാക്കിയിട്ട് അതിനകത്തൊരു 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ 1.5 ഇഞ്ച് 1 ഇഞ്ച് വെള്ളത്തോളം കണ്ടത്തിലുണ്ടാവും. അതിൻ്റെ മുകളിൽ നമ്മൾ ഓക്സിഫ്ലോറോഫൻ, അതായത് മാർക്കറ്റിൽ ഗോൾ എന്ന് പറയും, ഈ കളനാശിനി നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അതൊരു പാട പോലെ ഈ വെള്ളത്തിന്റെ മേളിൽ നിൽക്കും. എന്നിട്ട് നമ്മൾ ഈ കണ്ടത്തിലെ ഈ വെള്ളം വറ്റാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വറ്റി കണ്ടത്തിലെ വെള്ളം 3-4 ദിവസം കൊണ്ട് വറ്റി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ വിത്ത് വിതയ്ക്കുന്നു. അപ്പോൾ വിത്ത് താഴോട്ട് പോകുന്നില്ല, വിത്ത് മേലെയായിരിക്കും. മുളച്ചു വരുന്ന കള അടിയിൽ നിന്ന് വരുമ്പോൾ ഈ പാട മേലെ ഉള്ളത് കൊണ്ട് കളകളെ മേലോട്ട് വളരാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ നമുക്ക് ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാം. പിന്നെയുള്ളൊരു മെത്തേഡാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ആപ്ലിക്കേഷൻ. അതായത് നമ്മളൊരു വിക്ക് പോലത്തെ, അതൊരു ആപ്ലിക്കേറ്റർ ആണ്. അതിൽ നമ്മൾ തുണിയിൽ മുക്കി തൂക്കുക എന്നൊക്കെ പറയാം. അതേപോലെ ഒരു നമ്മുടെ സ്പ്രെയർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേറ്ററാണ്. അതുകൊണ്ട് നമ്മൾ ഈ നെല്ലിൻ്റെ, അതായത് നമുക്കറിയാം വരിനെല്ല് വേഗം മുളച്ചു വരും. അതായത് നെല്ലിനേക്കാളും 15-20 ദിവസം മൂപ്പ് കുറവാണ്. അതുപോലെ തന്നെ നെല്ല് കതിര് വരുന്ന സമയമാകുമ്പോഴേക്കും ഇത് നെല്ലിനേക്കാളും ഒരു 15 മുതൽ 30 സെന്റിമീറ്റർ ഉയരം കൂടുതലായിരിക്കും. ഇതിൽ കതിര് വന്നിരിക്കും, നെല്ലിനേക്കാൾ ഉയരം കൂടുതലായിരിക്കും. അപ്പോൾ 1 അടിയോളം ഹൈറ്റ് വ്യത്യാസം വരും രണ്ടും തമ്മിൽ, നെല്ലും വരിനെല്ലും തമ്മിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് ഒന്ന് സ്മിയർ ചെയ്ത് വിടാൻ, തൂത്ത് വിട്ട് കഴിഞ്ഞാൽ ആ വരുന്നെല്ലാം അതിൻ്റെ കതിരെല്ലാം കരിഞ്ഞു പോകും. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അതിനുപയോഗിക്കേണ്ട ഒന്നെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റുള്ള കളനാശിനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് സിസ്റ്റമിക്, അതായത് വലിച്ചെടുത്ത് ഉള്ളിലോട്ട് പോകുന്ന കളനാശിനി, ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇങ്ങനെ 4 വിധത്തിൽ നമുക്ക് വരുന്നെല്ലിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വിളവിറക്കുന്ന സമയം, അതുപോലെ തന്നെ നല്ല ഓരോ പരിചരണ മുറകൾ ചെയ്യുന്ന സ്ഥലങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഉൽപാദന ചെലവ് ഒരു പരിധി വരെ കുറയ്ക്കാം, നമ്മുടെ ഉൽപാദനക്ഷമത കൂട്ടാൻ പറ്റും. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നതാണ് കരനെൽ കൃഷി. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ തെങ്ങും തോട്ടം, അത് 25 വർഷം കഴിഞ്ഞാൽ അതിനകത്ത് നിറയെ വെളിച്ചമുണ്ട്. അപ്പം നമുക്ക് കരനെല്ല് പണ്ട് കൃഷി ചെയ്തിരുന്നു. ആൾക്കാർ കുടിയേറ്റ സമയത്ത് കാടൊക്കെ വെട്ടി തെളിച്ച് നെല്ല് കൃഷി ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കരനെല്ല് കൃഷി ചെയ്യാണ്ടായി. കാരണം അത് അതിൻ്റെതായ ദോഷഫലങ്ങളുള്ളത് കൊണ്ടാണ്, ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യാണ്ടിരുന്നത്. ഇപ്പൊ വീണ്ടും നമ്മൾ കരനെല്ലിലോട്ട് വരുന്നുണ്ട്. കരനെൽ കൃഷി എന്ന് പറഞ്ഞാൽ അതിന് നല്ല സൂര്യപ്രകാശം വേണം. അതുപോലെ തന്നെ നമ്മൾ മഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. കരനെൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും, അതായത് അതിൻ്റെ ഞാൻ പറഞ്ഞു ജലസേചനം, ജലത്തിന്റെ റിക്വയർമെന്റ്, അതായത് അതിൻ്റെ ആ 3 ചനപ്പ് കൂട്ടുന്ന സമയത്ത്, അടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം വെള്ളം കൊടുക്കാനുള്ള ഒരു സ്രോതസ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് പറ്റിയ വ്യഞ്ജനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ സാധാരണ പൊടി വിതയ്ക്കുന്ന പോലെ തന്നെ കൂട്ടി ഉഴുത് നമ്മൾ സാധാരണ വെതറി വിതയ്ക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ നുരിയിടുകയാണെങ്കിൽ നമ്മൾ ഇത് നമ്മുടെ ചാരം കൂട്ടി ചേർത്ത് ഇടുകയാണ് ചെയ്യുന്നത്. വളപ്രയോഗമൊക്കെ നമ്മൾ സാധാരണ നെല്ല് പോലെ ചെയ്യുന്നതാണ്. അപ്പം ശരിക്കും നമ്മളെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് കളകളുടെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ കരനെല്ലാണെങ്കിലും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, കളകളെ നിയന്ത്രിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കരനെല്ലോട്ട് പോകുമ്പോൾ കള നിയന്ത്രണം കൂടെ ഒരു അതും കൂടെ മനസ്സിൽ കണക്കാക്കി വേണം നമ്മൾ കരനെൽ കൃഷിയിലേക്ക് പോകാനായിട്ട്. നമുക്ക് ലാർജ് ചെറിയൊരു സ്ഥലത്ത് വേണം നമുക്ക് ചെയ്യാം. ലാർജ് ഏരിയയിൽ നമ്മൾ ചെയ്യുമ്പോൾ കള നിയന്ത്രണം വളരെ ബുദ്ധിമുട്ടാണ്. അതിലും നല്ലത് നമ്മളുടെ ഇപ്പോൾ കിടക്കുന്ന, നമ്മൾ മണ്ണ് മാറ്റി, അതായത് മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വെറ്റ്ലാൻഡ് ഏരിയാസ്, അതായത് നമ്മുടെ തണ്ണീർത്തടങ്ങൾ, ആ ലോലാൻഡ് ഏരിയാസിൽ നമ്മൾ കൂടുതൽ നന്നായി കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവിടെ ഉൽപാദനക്ഷമത കൂട്ടാൻ തന്നെ നമ്മുടെ പ്രകൃതിക്ക് നല്ലതാണ്, പരിസ്ഥിതിക്ക് നല്ലതാണ്. ശരിക്കും നമുക്കറിയാം വെള്ളപ്പൊക്കം കൂടുന്നു, മഴ പെയ്യുമ്പോഴേ വെള്ളപ്പൊക്കം, ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ നെൽവയലുകളും നമ്മുടെ തണ്ണീർത്തടങ്ങളൊക്കെ നികത്തിയത് കൊണ്ടാണ്. കാരണം വെള്ളം നിൽക്കാൻ സ്ഥലമില്ല. അപ്പം ഇങ്ങനെ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ഒരു പരിധി വരെ നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്കും എല്ലാം നല്ലതാണ്. അപ്പം കഴിയുന്നതും കരനെൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മളുടെ വയലേലകൾ, കൃഷി ചെയ്യാണ്ട് കിടക്കുന്ന, തരിശായി കിടക്കുന്ന വയലേലകൾ നമുക്ക് കൂടുതൽ നന്നായി ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മളുടെ ഉൽപാദനം കൂട്ടാൻ പറ്റും. ഉൽപാദന ചെലവ് കുറച്ച് നമുക്ക് നെൽകൃഷി ആദായകരമായിട്ട് മാറ്റാൻ പറ്റും. കാരണം അതുപോലെ തന്നെ വേറൊരു രീതിയാണ് SRI, അതായത് സിസ്റ്റം റൈസ് ഇന്റൻസിഫിക്കേഷൻ എന്ന് പറയും. ഇതും ഒരു പുതിയ രീതി. അതായത് മഡഗാസ്കറിൽ
ഉരുത്തിരിഞ്ഞൊരു രീതിയാണ്. നമ്മുടെ കേരളത്തിൽ ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മളതിന് പ്രത്യേക നഴ്സറി തയ്യാറാക്കുന്നു. ഒരു നൊരിയിലും ഒരു ഞാറാണ് നടുന്നത്. അതിന്റെ അകലം എന്ന് പറയുന്നത് ശരിക്കും 25-30 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഓരോ നൊരിയിൽ നിന്നും, അതായത് ഒരു ഞാറിൽ നിന്നും 25-30 ചനപ്പ് പൊട്ടും. ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒരിക്കലും കെട്ടി നിർത്തുന്നില്ല. നമ്മളൊരു പൂരിതാവസ്ഥയിൽ വെള്ളത്തിന്റെ അളവിനെ നിർത്തുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ പൂരിതാവസ്ഥ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വെള്ളം ലഭ്യമാകത്തക്ക രീതിയിലുള്ള ജലസ്രോതസ് നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. ഇവിടെയും നമുക്ക് പ്രശ്നം വരുന്നത് കള നിയന്ത്രണമാണ്. നമ്മൾ കോണോവീഡറൊക്കെ ഉപയോഗിച്ച് നമുക്ക് കള നിയന്ത്രിക്കാൻ പറ്റുമെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇത് പല സ്ഥലങ്ങളും നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയിട്ട് കേരളത്തിന് യോജിച്ച ഒരു രീതിയായിട്ട് കാണാൻ സാധിച്ചില്ല. പല സ്ഥലത്തും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് പറ്റിയൊരു രീതിയല്ല. കാരണം കളകളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാണ് അല്ലാത്ത 2 രീതികൾ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ നെൽകൃഷിയെക്കുറിച്ച് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എഴുതാം, അത് പറയാം. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്നു, മണ്ണറിഞ്ഞ് വളം ചെയ്യുക എന്ന് പറയുന്നു. ഇതൊക്കെ നമുക്കറിയാം. അപ്പം അതനുസരിച്ച് നമ്മൾ ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും, അതായത് നമ്മുടെ നെൽകൃഷി ചെയ്യുന്ന സമയം മുതൽ വിളവെടുപ്പ് വരെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇനി വിളവെടുക്കുകയാണെങ്കിൽ ഒരു 80% മൂപ്പെത്തുമ്പോൾ നമ്മൾ വിളവെടുക്കുക. അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോകാം. കൂടുതൽ ഉണങ്ങിപ്പോയാൽ നമുക്കത് ത്രഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ കൊഴിഞ്ഞു പോയാൽ നമ്മുടെ വിളവ് കുറയും. അപ്പം സമയത്ത് കൊയ്തെടുക്കുക. അങ്ങനെ നമുക്ക്, അതായത് നെല്ല് കൃഷി, ഇപ്പോൾ കീടരോഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ വേറെ ക്ലാസ് ഇതിനകത്ത് വരുന്നുണ്ട്, അധ്യായം വേറെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കീടരോഗങ്ങളെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കാണ്ടിരുന്നത്. പക്ഷേ നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതാത് സമയങ്ങളിൽ നമ്മൾ കീടരോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളുടെ വിളവ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്തില്ല. അതും നമ്മുടെ വിളവിനെ ബാധിക്കും. അപ്പോൾ നെൽകൃഷി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പഴമക്കാർ അന്ന് തൊട്ടേ നമ്മുടെ ജീവിതചര്യ ആരംഭിക്കുന്നത് തന്നെ നെല്ലിൽ തൊട്ടായിരുന്നു. അത്രയും നെൽകൃഷിയുമായിട്ട് ബന്ധമുള്ളതാണ് മലയാളികൾ. അപ്പം നമ്മുടെ നെൽകൃഷി അന്യം നിന്ന് പോവാതിരിക്കാൻ, നമ്മുടെ വരും തലമുറയ്ക്ക് നെല്ല് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും നെല്ലിനെ ഉപേക്ഷിക്കാൻ പാടില്ല. അത് കൃഷി ചെയ്യണം. അപ്പം അത് കളയാതെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമ്മളത് കൃത്യമായി പാലിക്കണമെന്നുള്ള, ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിത്ത് വരെ എന്നാണ് നമ്മൾ സാധാരണ പറയുക. അതായത് വിത മുതൽ കൊയ്ത്ത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ സമയബന്ധിതമായിട്ട് അനുവർത്തിക്കുക. അതനുസരിച്ച് നമുക്ക് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം. നമ്മുടെ നെല്ലിനെ നമുക്ക് അന്യം തിന്നു പോകാതെ കാത്തു സൂക്ഷിക്കാം. നന്ദി.